നമസ്കാരം, സ്ക്വയർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്, പുതിയൊരു പാഠഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് സ്റ്റാറ്റിക് ജികെയിലും കറണ്ട് അഫയേഴ്സിലും ഒരുപോലെ ചോദിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ RRB NTPC പരീക്ഷ എടുത്താലും RRB ഗ്രൂപ്പ് ഡി പരീക്ഷ എടുത്താലും മിനിമം ഒരു ചോദ്യം ഈ ഒരു ഏരിയയിൽ ചോദിക്കുന്നുണ്ടാവും. മിനിമം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടാവും. അതുപോലെ 2 ചോദ്യം വരെ ചോദിക്കാം. അതെങ്ങനെയാ? ഒരു ചോദ്യം സ്റ്റാറ്റിക് ഏരിയയിൽ നിന്ന് ചോദിക്കാം, ഒരു ചോദ്യം കറണ്ട് അഫയറിൽ നിന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു. മിനിമം ഒരു ചോദ്യം ചോദിച്ചിരിക്കും, ഉറപ്പാണ്. സോ സ്റ്റാറ്റിക് ഏരിയയിൽ നിന്ന് മിനിമം 1 ക്വസ്റ്റ്യൻ വന്നിരിക്കും. അതുപോലെ കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നും മിക്കവാറും പേപ്പറുകളിൽ, എല്ലാ പേപ്പറിലും ഇല്ല, മിക്കവാറും പേപ്പറുകളിൽ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. സോ ബേസിക്കലി 2 പോയിന്റ് കിട്ടുന്ന അല്ലെങ്കിൽ 2 മാർക്ക് കിട്ടുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗം തന്നെയാണ്. അപ്പൊ നമ്മൾ അനാലിസിസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മിക്കവാറും വലിയ വലിയ കോർ ടോപ്പിക്സ്, ജോഗ്രഫി പോലെ എക്കണോമി പോലെ കോർ ടോപ്പിക്സ് ആകെ 5-6 ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഈ ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഡേയ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 1-2 മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചൂടെ? അല്ലെ? ഇത്രയും ടോപ്പിക് പഠിക്കുമ്പോഴും 2 മാർക്ക് തന്നെയല്ലേ കിട്ടുന്നത്. സോ ഇത് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഭാഗത്തിൽപ്പെട്ടതാണ്. ഒരുപാട് എന്താ പറയാ വെറൈറ്റി ഓഫ് ചോദ്യങ്ങൾ കാണും, എന്നാൽ മിക്കവാറും ഷിഫ്റ്റുകളിലൊക്കെ, അതായത് എളുപ്പമുള്ള ഷിഫ്റ്റ്, ഒരു ആവറേജ് ഷിഫ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ആവറേജ് ലെവൽ ഓഫ് എക്സാം ആണെങ്കിൽ, ഒരുപാട് ബുദ്ധിമുട്ടുള്ളതല്ല, ഒരുപാട് എളുപ്പമുള്ളതല്ലാത്ത ഒരു ആവറേജ് ലെവൽ എക്സാമിലാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറെ എന്താ പറയുക ബുക്സും ഓതേഴ്സ് ആണ് കണ്ടുവരുന്നത്. ഓക്കെ, സോ മേജർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിന് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? അനാലിസിസ് എന്ന് പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്ത് ചെയ്യാം? 2 ക്വസ്റ്റ്യൻസ് വരെ പ്രതീക്ഷിക്കാം. സോ നമുക്ക് അനാലിസിസ് ഏതാണ്ട് മനസ്സിലാക്കേണ്ടത്, PYQ അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഏകദേശം 2 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ? നമുക്ക് PYQ പ്ലസ് റിവിഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ പല ക്ലാസ്സുകളിലും, ഇപ്പോ എന്താ പറയാ ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ, അതുപോലെ എക്കണോമിക്സിന്റെ ക്ലാസ്, അങ്ങനെ പല ക്ലാസ്സുകളിലും കേട്ട് പരിചയമുള്ള കുറെ ആൾക്കാരുടെ പേരുകൾ വരും. അത് റിവൈസ് ചെയ്യുക, പുതിയ ആൾക്കാരുടെ പേര് പഠിക്കുക. അതുപോലെ അടുത്തത് കറണ്ട് അഫയേഴ്സ്. ഈ തവണ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പേരുടെ ബുക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഈ 3 കാര്യങ്ങൾ മനസ്സിലേക്ക് വയ്ക്കുക, നമുക്ക് മുന്നോട്ട് പോവാം. കറണ്ട് അഫയേഴ്സിൽ അവസാനം നമുക്കൊരു ടേബിൾ ഇട്ടിട്ട് ഈ തവണ ഏറ്റവും സാധ്യതയുള്ളത് ആരുടെ കാര്യങ്ങൾ ചോദിക്കാനാണ്, ഏതൊക്കെ ബുക്കുകൾ ചോദിക്കാനാണെന്ന് കൂടെ നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോ ഈ ഒരു സെഷനോട് കൂടി നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പെന്താ? ബുക്സ് ആൻഡ് ഓതേഴ്സ് എല്ലാ PYQ, RRB NTPC, ഗ്രൂപ്പ് ഡി, JEE, ഓക്കെ, ALP പോലുള്ള RRB പരീക്ഷകളുടെ എല്ലാ ബുക്സ് ആൻഡ് ഓതേഴ്സും നമ്മൾ ഈ നോട്ടിൽ കവർ ചെയ്യുന്നുണ്ടാവും, ഈ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ടാവും. എല്ലാ PYQയും റിവിഷനും വേണ്ട കാര്യങ്ങൾ. ഇതല്ലാതെ വെറൈറ്റി 1-2 ചോദ്യങ്ങൾ ചോദിച്ചേക്കാം, അത് ആർക്കും എഴുതാൻ പറ്റില്ല എന്ന് വിചാരിക്കുക, അതിലേക്ക് പോവാതിരിക്കുക. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളില്ലേ, അല്ലെങ്കിൽ ഒരു ആവറേജ് ഷിഫ്റ്റ് ചോദിക്കപ്പെടാവുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും, എക്സ്പെക്ടഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സ്റ്റാറ്റിക് GK ആണ്. എന്തായാലും 4 to 5 ക്വസ്റ്റ്യൻസ് എന്തായാലും സ്റ്റാറ്റിക് ജിക്കയുടെ ഏരിയയിൽ നിന്ന് വരും. കറണ്ട് അഫയേഴ്സ് 7 to 8 ക്വസ്റ്റ്യൻസ് വരും, അല്ലെ? നിങ്ങൾക്കറിയാം സ്റ്റാറ്റിക് ജിക്ക് മൊത്തം എല്ലാ സ്ട്രാറ്റജിക്കോട് കൂട്ടിയിട്ട് എത്ര വരും? ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. കറണ്ട് അഫയേഴ്സിന് എത്ര ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്? 7 to 8 ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ സ്റ്റാറ്റിക് ജിക്കയിലും കറണ്ട് അഫയറിലും രണ്ടിലും ഉൾപ്പെടുന്ന ഒരു മേജർ ടോപ്പിക്കാണ് ഇത് ബുക്ക് ആൻഡ് ഓതർ. നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇങ്ങനത്തെ പോലെ നല്ല നല്ല ടോപ്പിക്സ് കണ്ടുപോകാം. മാക്സിമം സ്കോർ മാക്സിമൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി കുറച്ച് സമയം കൊണ്ടേ നമുക്ക് നോക്കാം. ഓക്കെ, സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ആദ്യം കുറെ പൗരാണികമായിട്ടുള്ള ബുക്കുകളുണ്ട്. കുറെ രാജാക്കന്മാരെ പറ്റി നമ്മൾ അറിഞ്ഞത്, ഇപ്പൊ ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റി അറിഞ്ഞത് എന്നാ, കനിഷ്കനെ പറ്റി അറിഞ്ഞത് എങ്ങനെയാ, അല്ലെങ്കിൽ അശോകനെ പറ്റി അറിഞ്ഞത് എങ്ങനെയാ, കുറെ ബുക്കുകൾ വഴിയാണ്. സോഴ്സസ് എന്ന് പറയും. ഹിസ്റ്ററി നമ്മൾ മൊത്തം പഠിച്ചു വരുന്നത് കുറെ സോഴ്സസിന്റെ പിൻബലത്തിലാണ്. ഇപ്പൊ ബുദ്ധനെ പറ്റി അറിഞ്ഞത്, ജൈനനെ പറ്റി അറിഞ്ഞത്, അല്ലെങ്കിൽ ഏൻഷ്യന്റ് ആയിട്ടുള്ള സയൻസിനുമായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റുകൾ. നിങ്ങൾ ആര്യഭട്ടനെ നിങ്ങൾക്ക് അറിയാം, ആര്യഭട്ടനുണ്ട്, വരാഹമിഹിരുണ്ട്, കാളിദാസനുണ്ട്. സോ ഇതെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ബുക്സ് ആൻഡ് ഓതേഴ്സ് ബൈ ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ പഠിക്കും. അതിൽ തന്നെ ബുക്സ് ബൈ കിങ്സ് പഠിക്കും. കാര്യം കുറെ ബുക്കുകൾ കുറെ രാജാക്കന്മാർ എഴുതിയിട്ടുണ്ട്. സോ നിങ്ങളിപ്പോ എവിടെ നോക്കിയാലും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബുക്സ്, ഓതേഴ്സ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടും. ഏകദേശം ഒരു 100 or 120 ബുക്സ് ഉള്ള ഒരു ലിസ്റ്റ് കിട്ടും. ഇത് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, നടക്കൂല. ഇപ്പൊ കാളിദാസന്റെ 10 ബുക്ക്, വേഗം നമ്മുടെ ഭാസയുടെ ഒരു ബുക്ക്, ഭരാവിയുടെ ഒരു ബുക്ക്, ആര്യഭട്ടന്റെ ബുക്ക്, പതഞ്ജലിയുടെ ബുക്ക്, അങ്ങനെ കുറെ ബുക്കുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. വല്ല ഗുണമുണ്ടോ?
അങ്ങനെ ക്ലട്ടേർഡ് ആയിട്ട് ഇങ്ങനെ കിടക്കാൻ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യും? നമ്മൾ രാജാക്കന്മാരെ എഴുതിയിട്ടുള്ള ബുക്കുകൾ പ്രത്യേകം പഠിക്കും. അതുപോലെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകൾ പഠിക്കും. ഭക്തി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ബുക്ക്, കൃഷ്ണനെ ആരാധിച്ചുകൊണ്ട്, ശിവനെ ആരാധിച്ചുകൊണ്ട്, മീരാഭായിനെ പോലെ, തുളസിദാസിനെ പോലെ, രാംദാസിനെ പോലെ അങ്ങനെയുള്ള ആൾക്കാരുടെ ബുക്ക്, ഓക്കെ, നമ്മൾ അത് പ്രത്യേകം നോക്കും. മുഗൾസ് എഴുതിയിട്ടുള്ള ബുക്ക് അല്ലെങ്കിൽ മുഗൾസിന്റെ സമയത്തുള്ള ബുക്ക്, ബാബർനാമ, അക്ബർനാമ, ജഹാംഗീർനാമ, പാഷാനാമ, അങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ട്. അത് അവിടെ പഠിക്കുന്നുണ്ടാവും. മിഡീവൽ ഇന്ത്യയിലെ കുറച്ച് ബുക്കുകളുണ്ട്, വളരെ കുറച്ചുള്ളൂ മിഡീവൽ ഇന്ത്യയിലെ ബുക്ക്. സംഘം ലിറ്ററേച്ചറിൽ തോൽക്കാപ്പിയം, ഇളങ്കോവടികളുടെ സിലപ്പതികാരം, കണ്ണകീന്റെയും കോവലന്റെയും കഥയെല്ലാം അല്ലേ, അത് പഠിക്കുന്നുണ്ടാവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫീസ് പഠിക്കുന്നുണ്ടാവും. ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ബുക്ക് പഠിക്കുന്നുണ്ടാവും. ഗാന്ധിജിയുടെ ബുക്ക്, നെഹ്റുവിന്റെ ബുക്ക്, സുഭാഷ് ചന്ദ്രബോസിന്റെ ബുക്ക്, ഓക്കെ, അംബേദ്കറിന്റെ ബുക്കുകൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫേമസ് പേഴ്സണാലിറ്റീസ്, ഇതെല്ലാം കഴിഞ്ഞാലും സൽമാൻ റുഷ്ദിനെ പോലെ, അല്ലെങ്കിൽ APJ അബ്ദുൽ കലാമിനെ പോലെ, അരുന്ധതി റോയിനെ പോലെ, നമ്മുടെ ശശി തരൂരിനെ പോലെ, ഇങ്ങനെ കുറെ ആൾക്കാരുടെ ബുക്കുകൾ സ്ഥിരം ചോദിക്കുന്നുണ്ടല്ലോ, അതും കൂടെ കവർ ചെയ്യും. അവസാനം ഈ കൊല്ലം ഇനി ചോദിക്കാൻ സാധ്യതയുള്ള 24-25 ചോദിക്കാൻ സാധ്യതയുള്ള മേജർ ബുക്ക് കൂടെ കവർ ചെയ്തിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നുണ്ടോ. സോ ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ലിസ്റ്റ് പഠിക്കുന്നതിൽ നല്ലതല്ലേ ഓരോന്നോരോന്ന് പഠിച്ചു വയ്ക്കാൻ. എന്റെ എക്സാമ്പിൾ ഉൾപ്പെടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ഒരു രാജാവിന്റെ ബുക്ക് നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ എങ്ങനെയാ അത് പഠിക്കാൻ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാനുള്ള കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്കറിയാം ഹർഷ എന്ന് പറഞ്ഞ രാജാവുണ്ട്. സോ ഹർഷചരിത എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. ഇനി നിങ്ങൾ പറ, ഹർഷചരിത എഴുതിയതിനകത്ത് ആരാണ്? ഓക്കെ, ഹർഷചരിത എഴുതിയത് കാളിദാസനാണോ അതോ ഭരവിയാണോ, കൽഹനയാണോ, ഭാനുഭട്ടയാണോ? ഇതിൽ ആരാണ് ഹർഷചരിത എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലിസ്റ്റ് കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഐക്യവും അത്ര ഓർമ്മശേഷി ഉള്ളവരാണ് ഇതിൽ കണ്ടുപിടിക്കാം. ഇനി ഞാനൊരു പോം വഴി പറഞ്ഞുതരാം. എന്താ? ഹർഷ എന്ന് പറയുന്ന രാജാവ്, ആ രാജാവിന്റെ കോർട്ട് പോയറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ രാജാവിന്റെ ദർബാറിലുള്ള കലാകാരന്മാരുടെ ഒരു എണ്ണം ഉണ്ടാവും. ഓക്കെ, ഇപ്പോ കൃഷ്ണദേവരായരുടെ സദസ്സിൽ തെന്നാലിരാമൻ ഉണ്ടായിരുന്ന പോലെ, അക്ബറിന്റെ സദസ്സിൽ ബീർബൽ ഉണ്ടായിരുന്ന പോലെ, പിന്നെ വിക്രമാദിത്യന്റെ സദസ്സിൽ ആരെല്ലാം ഉണ്ടായി, അവിടെയും ഒരുപാട്, കാളിദാസിനെ പോലെയുള്ളവരെല്ലാം വിക്രമാദിത്യന്റെ സദസ്സിലായിരുന്നു. സോ ഹർഷചരിതന്റെ സമയത്ത് ആരുണ്ടെന്ന് മാത്രം പഠിച്ചാൽ മതി. അയാളായിരിക്കുമല്ലോ ഹർഷചരിത എഴുതുക, അല്ലെ? ഹർഷന്റെ സദസ്സിൽ ആരുണ്ടായിരുന്നോ അയാളായിരിക്കും ഹർഷചരിത എഴുതുക. സോ കാളിദാസൻ വിക്രമാദിത്യന്റെ സമയത്തുള്ള ആളാ, അപ്പൊ തന്നെ അത് പോയി. പിന്നെ നമ്മൾ പഠിച്ചത് ഹർഷന്റെ സമയത്താണ് ഭാനുഭട്ട. സോ സ്വാഭാവികമായിട്ടും ഹർഷചരിത എഴുതാനായിരിക്കും ഭാനുഭട്ടയായിരിക്കും. സോ നമുക്ക് ഈ ബുക്സ് ബൈ കിങ്സും അതുപോലെ ബുക്സ് റിലേറ്റഡ് ടു കിങ്സും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ ഒരു രാജാവിന്റെ സമയത്ത് ആരാണ് ഉണ്ടായത്, കണ്ടംപററി ആയിട്ട് അയാളുടെ പോയറ്റ് ആരാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമല്ലേ? അപ്പൊ അക്ബറിന്റെ സമയത്ത് അക്ബറിന്റെ സദസ്സിലുള്ള ആളാണ് അബു ഫസൽ. സോ അക്ബർനാമ എഴുതുന്ന ആരായിരിക്കും? അബു ഫസൽ ആയിരിക്കും. വേറെ ആർക്ക് എഴുതാൻ പറ്റും? കാര്യം അയാളുടെ ചരിത്രം അറിയാവുന്ന ആളല്ലേ അയാളുടെ കോർട്ട് പോയിട്ട്, അയാൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അല്ലെ അയാളുടെ ദർബാറിൽ അയാളുടെ സദസ്സിലുള്ള ആൾക്കേ എഴുതാൻ പറ്റൂ. സോ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഭയങ്കര എളുപ്പം നിങ്ങൾക്ക് പഠിക്കാൻ. ഓക്കെ, ഭക്തി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എന്തായാലും കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട കാവ്യങ്ങളെ എഴുതുള്ളൂ, അല്ലെങ്കിൽ ശിവനുമായിട്ട് ബന്ധപ്പെട്ട കാവ്യങ്ങളെ എഴുതുള്ളൂ. സോ ആ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ഒരു ലിസ്റ്റ് കാണാപ്പാടം പഠിക്കുന്നതിന് പകരം നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കും. നിങ്ങൾ ഈ ക്ലാസ് കണ്ട അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നുള്ളത്. ഓക്കെ, സോ അവസാനം വരെ കാണുക, ഒരു പേപ്പർ എടുക്കുക, എഴുതി വെക്കുക, ഓരോ ഹെഡിന്റെ അടിയിൽ എഴുതി പോവുക. പരീക്ഷയ്ക്ക് മുന്നേ മറച്ചു നോക്കുക, ഒരു ചോദ്യം ഉറപ്പാണ്. ഓക്കെ, മുന്നോട്ട് പോവാം. ഫസ്റ്റ് ഡിവിഷൻ ബുക്സ് ആൻഡ് ഓതേഴ്സ് ഫ്രം ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് രാജാവ്, അവരുടെ സദസ്സിലുള്ള ആള്. ഓക്കെ, നിങ്ങൾക്ക് ഏൻഷ്യന്റ് പഠിച്ചവർക്ക് അറിയാം, കനിഷ്ക എന്ന് പറഞ്ഞാൽ ആരാണ്? ബുദ്ധമതം പ്രൊപ്പഗേറ്റ് ചെയ്ത, ബുദ്ധമതത്തിന് വില കൊടുത്തിട്ടുള്ള ഒരു രാജാവാണ്. സോ ആ രാജാവിന്റെ സദസ്സിലുള്ള പോയറ്റുമാര് അല്ലെങ്കിൽ ആ സദസ്സിലുള്ള കലാകാരന്മാർ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? ബുദ്ധനെ പ്രശംസിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ എഴുതും. സോ ബുദ്ധചരിത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ്. ബുദ്ധചരിത എഴുതിയത് ആരാ? അശ്വഘോഷയാണ്. ബുദ്ധചരിത ഓൾറെഡി 2018-19 NTPCക്ക് ചോദിച്ച ചോദ്യമാണ്. സോ ബുദ്ധചരിത അശ്വഘോഷ എഴുതാണ്. അശ്വഘോഷ ആരുടെ സമയത്തുള്ള ആളാ? കനിഷ്കയുടെ സമയത്തുള്ള ആളാ. കനിഷ്ക നിങ്ങൾക്കറിയാം, ബുദ്ധമതത്തിന് വേണ്ടിയിട്ട് അല്ലെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നയിച്ച ആളാണ്, കശ്മീരിലെ കനിഷ്ക. സോ ബുദ്ധചരിത എഴുതാനാണ് അശ്വഘോഷയാണ്.
അടുത്തത് സമുദ്രഗുപ്ത ടു. ഗുപ്ത എംപയറിലുള്ള സമുദ്രഗുപ്തന്റെ സമയത്ത് സമുദ്രഗുപ്തന്റെ ദർബാറിൽ അല്ലെങ്കിൽ സദസ്സിലുണ്ടായിരുന്ന ഒരു കവിയായിരുന്നു ആര്? ഹരിസേന. ഈ ഹരിസേനയാണ് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്ന പ്രയാഗ പ്രശസ്തി രചിച്ച ആള്. അലഹബാദ് പില്ലറിലെ ഇൻസ്ക്രിപ്ഷൻ, അലഹബാദ് പില്ലർ എന്ന് പറഞ്ഞ പില്ലറുണ്ട്, ആ പില്ലറിലെ ഇൻസ്ക്രിപ്ഷൻ എഴുതിയ ആരാണ്? ഹരിസേനയാണ്. സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാണ്, അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താ? ഹരിസേനനാണ്. ആരെ പറ്റിയാണെന്ന് വെച്ചാൽ എന്താ? അത് സമുദ്രഗുപ്തരെ പറ്റിയിട്ടാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ത്? ഹരിസേന, പ്രയാഗ പ്രശസ്തി, പിന്നെ സമുദ്രഗുപ്ത. ഇതിങ്ങനെ കാണാതെ പഠിക്കുന്നത് നല്ലതല്ലേ, ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കുന്നത്. സോ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ചന്ദ്രഗുപ്ത വിക്രമാദിത്യ. നമ്മൾ വിക്രമാദിത്യനും വേതാളത്തിന്റെ കഥ കേട്ടിട്ടില്ലേ? ആ കഥയിലുള്ള രാജാവാണ് ഈ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ഗുപ്ത എംപയറിലുള്ള ആളാണ്. ഈ ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ സമയത്തുള്ള ആളാണ് ആര്? കാളിദാസൻ. ഈ കാളിദാസൻ ഒരുപാട് കവിതകളും അതുപോലെ ഡ്രാമാസും എഴുതിയിട്ടുണ്ട്, നാടകങ്ങളും കവിതകളും എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് പ്രത്യേകം കാളിദാസന്റെ വേറെ കാണാം. കാര്യം കാളിദാസൻ എല്ലാ ഓപ്ഷനിലും ഉണ്ടാവും. സോ കാളിദാസന്റെ മാത്രം പഠിച്ചു വെച്ചാൽ ഒരു ഓപ്ഷൻ കളയാലോ, കാളിദാസന്റെ മര്യാദയ്ക്ക് പഠിച്ചു വെച്ചാൽ ഒരു ഓപ്ഷൻ കളയാലോ. സോ കാളിദാസനെ നമ്മൾ പ്രത്യേകം പഠിക്കും. നെക്സ്റ്റ് സ്ലൈഡില് കാളിദാസനെ പറ്റി പഠിക്കും. അത് അവിടെ നിൽക്കട്ടെ. അടുത്തത് ഹർഷവർദ്ധന. ഹർഷ എംപയർ ഏതാണ്ട് ഏൻഷ്യന്റ് തീരുന്ന സമയം, മിഡീവലിന് തൊട്ട് മുന്നേ ഹർഷ എംപയർ. ഹർഷൻ സ്വന്തമായിട്ട് എന്ത് ചെയ്തി? രത്നാവലിയും പ്രിയദർശികയും നാഗനന്ദയും 3 ബുക്ക് പുള്ളി സ്വന്തമായിട്ട് എഴുതി. അതിനകത്ത് രത്നാവലി ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ ഈ യെല്ലോ ഇട്ടേക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ചോദ്യങ്ങളാട്ടോ. ബുദ്ധചരിത PYQ ആണ്. കാളിദാസനെ പറ്റി PYQ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. രത്നാവലി PYQ ആണ്. അതുപോലെ ഹർഷചരിത എഴുതിയത് ആരായിരിക്കും? അപ്പോ ഭാനഭട്ടയായിരിക്കും. കാര്യം എന്താ? ഹർഷന്റെ കോടതിയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഹർഷന്റെ, കാരണം എന്താ? ഹർഷന്റെ കോർട്ട് പോയറ്റ് ആയിരുന്നു ആര്? അല്ലെങ്കിൽ ഹർഷന്റെ സദസ്സിൽ ഉണ്ടായിരുന്ന ആളാണ് ആര്? ഭാനഭട്ട. സോ ഹർഷചരിത എഴുതാൻ പറ്റിയ ആളാരാ? ഭാനഭട്ട. ഓക്കെ, അടുത്തത് അമോഘവർഷ. അമോഘവർഷയുടെ സദസ്സിൽ ഉണ്ടായിരുന്ന മെയിൻ ആളാണ് ജിനസേന. ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, അവിടെ നിൽക്കട്ടെ. ചന്ദ്രഗുപ്ത മൗര്യന്റെ സദസ്സിൽ ഉണ്ടായിരുന്ന ആളാ നിങ്ങൾക്കറിയാം, ചാണക്യൻ. ചാണക്യന്റെ അർത്ഥശാസ്ത്രം എന്തിനെ പറ്റിയിട്ടുള്ളതാ? ലോസും റൂൾസും. ഒരു രാജ്യം ഭരിക്കാൻ നേരത്ത് മോറൽ ലോസ് ഏതൊക്കെയാണ്, ധർമ്മം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സോ റൂൾസും ലോസും മൊറാലിറ്റിയും എല്ലാം പറയുന്നുള്ളൊരു ബുക്കാണ് ഇത്, അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം രചിച്ചതാരാ? ചാണക്യൻ. ചാണക്യൻ ആരുടെ സദസ്സിൽ ഉണ്ടായിരുന്ന ആളാ? ചന്ദ്രഗുപ്ത മൗര്യന്റെ സദസ്സിൽ ഉണ്ടായിരുന്ന ആളാ. അടുത്ത നരസിംഹവർമ്മന്റെ കോട്ടത്തിൽ ഉണ്ടായതാണ് ആര്? ദണ്ഡിൻ. ദണ്ഡിൻ എഴുതിയ എന്താണ്? ദശകുമാരചരിതം. ദശകുമാരചരിതം 10 യങ് കിങ്സിന്റെ കഥ. ദശകുമാരചരിതം 10 യങ് കിങ്സിന്റെ കഥ എഴുതിയതാണ് ആര്? ദണ്ഡിൻ. ദണ്ഡിൻ ആരുടെ സമയത്തുള്ളതാ? നരസിംഹവർമ്മന്റെ സമയത്തുള്ളതാ. ഓക്കെ, പല്ലവ കിങ് ആണ്. അടുത്തത് കാവ്യദർശൻ പുള്ളി എഴുതിയതാണ്. ദണ്ഡിൻ ഓൾറെഡി PYQ ചോദിച്ചതാണ്. ഓക്കെ, കാവ്യദർശൻ പുള്ളി എഴുതിയതാണ്. അടുത്ത പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാൻ ഏതാ എഴുതിയത്? ചണ്ട് ബർദായി, പൃഥ്വിരാജ് റാസോ. ഈ പൃഥ്വിരാജ് ചൗഹാന്റെ സമയത്ത് ഉണ്ടായ ആളാണ് ചന്ദ് ബർദായി എന്ന് പറയുന്ന ആള്. അയാളാണ് എഴുതിയത് പൃഥ്വിരാജ് റാസോ എന്ന് എഴുതിയത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഓപ്ഷൻസിൽ കാണാവുന്ന ഒരു മിക്കവാറും കാണുന്ന ഒരു ഓപ്ഷനാണ് ഈ പൃഥ്വിരാജ് റാസോ. പക്ഷെ പൃഥ്വിരാജ് റാസോ എഴുതിയതാരാണ്? ചന്ദ് ബർദായി പൃഥ്വിരാജ് ചൗഹാന്റെ സമയത്ത്. ഓക്കെ, ചോദ്യങ്ങൾ മനസ്സിലാക്ക്. ദശകുമാര ചരിതം ആരെഴുതിയത്? ദണ്ഡിൻ എഴുതിയതാണ്. ദണ്ഡിൻ ആരുടെ കോർട്ടിൽ ഉണ്ടായ ആളാണ്? നരസിംഹവർമ്മന്റെ കോർട്ടിൽ. നരസിംഹവർമ്മന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന, സദസ്സിൽ ഉണ്ടായിരുന്ന ടെയിൽ ഓഫ് 10 പ്രിൻസസ്, 10 യുവ രാജാക്കന്മാരുടെ കഥ. ഓക്കെ, ദശകുമാര ചരിതം അത് എഴുതിയത് ദണ്ഡിനാണ്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞതാണ് ദണ്ഡിനെ പറ്റിയിട്ട്. അടുത്തത് ഹൂ റോട്ട് ദ എപ്പിക് ബുദ്ധചരിത. ബുദ്ധചരിത എഴുതാൻ പറ്റിയത് ആരാണ്? ആരുടെ കോർട്ടിലുള്ള ആളാ? കനിഷ്കന്റെ. കനിഷ്കൻ ഒരു ബുദ്ധ കൗൺസിലൊക്കെ നടത്തിയ ആളാ. ബുദ്ധന്റെ മെയിൻ ആരാധകരിൽപ്പെട്ട രാജാക്കന്മാരിൽപ്പെട്ട ആൾക്കാരാണ്. ഓക്കെ, അശോകനും കനിഷ്കനും മറ്റേ കാലശോകനൊക്കെ ബുദ്ധന്റെ മെയിൻ രാജാക്കന്മാരിൽപ്പെട്ടതാണ്. ബുദ്ധനെ ആരാധിച്ചു വരുന്ന മെയിൻ രാജാക്കന്മാരിൽപ്പെട്ടവരാണ്.
സോ ഈ കനിഷ്കന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ആര്? ഗൗതമബുദ്ധനാണോ? ഗൗതമബുദ്ധൻ എന്തായാലും ബുദ്ധചരിത്രം എഴുതൂല, സ്വന്തം കാര്യം എഴുതാൻ സാധ്യതയില്ല. നാഗാർജുന, ഹേമചന്ദ്ര ഇവർ രണ്ടുപേരും അല്ല. അശ്വഘോഷയാണ് ആരെഴുതിയത്? അശ്വഘോഷയാണ് ബുദ്ധചരിതം എഴുതിയത്. ഓക്കെ അല്ലേ? ഓക്കെ, മുന്നോട്ട് പോയ രത്നാവലി കണ്ടോ? രത്നാവലി ഒരു രാജാവ് എഴുതിയതാണ്. അങ്ങനെയെങ്കിലും ഓർത്തു വയ്ക്കുക, ഒരു രാജാവ് എഴുതിയതാണ്. ഏത് രാജാവ്? ഇതില് ചാണക്യൻ രാജാവല്ല, ശൂദ്രക രാജാവല്ല, കാളിദാസ രാജാവല്ല. ഇവിടെ നമ്മൾ പഠിക്കേണ്ട വേറെ കാര്യം എന്താ? ചാണക്യൻ ഒരൊറ്റ ബുക്ക് എഴുതിയിട്ടുള്ളൂ, അർത്ഥശാസ്ത്ര. ശൂദ്രക ഒരൊറ്റ ബുക്ക് എഴുതിയിട്ടുള്ളൂ, നമ്മൾ പഠിക്കും ഇനി മുന്നോട്ട്. മൃച്ഛകടികം. മൃച്ഛകടികം. കാളിദാസന്റെ 7 ബുക്ക് നമ്മൾ പഠിക്കും, അതിൽ പെട്ടതല്ല രത്നാവലി. സോ അങ്ങനെ നമുക്ക് ആൻസറിൽ എത്താം. സോ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ഉറപ്പുണ്ടാവുക. ആ ഉറപ്പുണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത്? റിവിഷൻ. എങ്ങനെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തേ? ചാണക്യന് അർത്ഥശാസ്ത്രം എന്നറിയാം, ശൂദ്രയ്ക്ക് മൃച്ഛകടികയാണെന്ന് അറിയാം, കാളിദാസന്റെ ഏഴെണ്ണം ഞാൻ പഠിച്ചു വെച്ചതാണ്. സോ ഇവിടെ ആൻസർ ഹർഷവർദ്ധനയെ വരുള്ളൂ. ഇനി ഹർഷവർദ്ധന ഏതൊക്കെ എഴുതിയത്? രത്നാവലി എഴുതി ഒന്നാമത്തത്, രണ്ടാമത് പുള്ളി പ്രിയദർശിക എഴുതി, മൂന്നാമത് പുള്ളി ഒരെണ്ണം കൂടി എഴുതി നാഗാനന്ദ. ഇത് മൂന്നാണ് ഹർഷൻ എഴുതിയ ബുക്കുകൾ. ഓക്കെ, ദശകുമാരചരിത നമ്മൾ പറഞ്ഞതാണല്ലോ, ടെയിൽസ് ഓഫ് 10 പ്രിൻസസ്. അടുത്തത് ഹർഷചരിത. ഇനി പറ, ഹർഷചരിത ആരാ എഴുതാൻ സാധ്യതയുള്ളത്? ഭാനഭട്ടൻ തന്നെയാണ്. ഓക്കെ, കൽഹന അതിന് മുന്നേ ഉള്ള ആളാണ്. കാളിദാസന്റെ ഏഴ് നമ്മൾ പഠിക്കും. പാണിനി എഴുതിയ ഒരു ബുക്ക് ഉണ്ട്, നമ്മൾ ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ പഠിക്കും. അഷ്ടാധ്യായി. ഗ്രാമർ എല്ലാം പറഞ്ഞുകൊണ്ട് അഷ്ടാധ്യായി ഒറ്റ ബുക്കേ പുള്ളി എഴുതിയിട്ടുള്ളൂ. അഷ്ടാധ്യായി നമുക്ക് പഠിക്കാനുള്ള കേട്ടോ, പുള്ളി വേറെ എഴുതിയിട്ടുണ്ടാവും, നമുക്ക് പഠിക്കാനുള്ള ഒരൊറ്റ ബുക്കേ ഉള്ളൂ, ഗ്രാമറിനെ പറ്റി പറയുന്ന അഷ്ടാധ്യായി. സോ നമ്മൾ കൽഹനയും ഒരൊറ്റ ബുക്ക് എഴുതിയിട്ടുള്ളൂ, രാജതരംഗിണി. നമ്മൾ പഠിക്കൂട്ടോ, രാജതരംഗിണി. സോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താ? ഇവിടെ നമുക്ക് കാളിദാസന്റെ 7 ബുക്ക് അറിയാം, പാണിനിയുടെ അഷ്ടാധ്യായി അറിയാം, കൽഹനയുടെ രാജതരംഗിണി അറിയാം, ഭാനഭട്ടയുടെ ഹർഷചരിത അറിയാം. സോ നമുക്ക് ഇവരെല്ലാവരും നമുക്കറിയാം, നമ്മൾ ആ ലെവലിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ പാണിനി അടുത്ത പേജിൽ പഠിക്കും, പഠിപ്പിച്ചിട്ടില്ല, പേടിക്കണ്ട, ഇനി പഠിക്കും. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോഴേ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? മുന്നോട്ട് പോവാം. സോ നമ്മൾ ഈ മേജർ ഭാഗത്തിലാണ് ഇനിയിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്ക്, കിങ്സ് എഴുതിയിട്ടുള്ളത് അതിൽ നമ്മൾ പറഞ്ഞു, ഹർഷൻ എഴുതിയതാ രത്നാവലി, പ്രിയദർശിക, നാഗനന്ദ. അതുപോലെ തന്നെ മഹേന്ദ്രവർമ്മൻ, പല്ലവ കിങ് ആയിട്ടുള്ള മഹേന്ദ്രവർമ്മൻ എഴുതിയതാണ് മട്ടവിലാസ പ്രഹസന. മഹേന്ദ്രൻ ഒരു പ്രഹസനായിരുന്നു എന്ന് വിചാരിക്കുക. മട്ട വിലാസ പ്രഹസന, മഹേന്ദ്ര വർമ്മൻ. അടുത്തത് കൃഷ്ണദേവരായ, നമ്മുടെ ആനന്ദം സിനിമയിൽ പറയുന്ന ഹംപിയിലുള്ള, തുംഗഭദ്ര നദിയുടെ തീരത്തുള്ള ഹംപി ഭരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഹംപി തലസ്ഥാനമാക്കി ഭരിച്ചുകൊണ്ടിരുന്ന കൃഷ്ണദേവരായ എഴുതിയതാണ് അമുക്തമാല്യത. ഓൾറെഡി PYQ ചോദിച്ചതാണ്, ഇനിയും ക്വസ്റ്റ്യൻസ് വരാം. അമുക്തമാല്യത കൃഷ്ണദേവരായ. ബാബർ എഴുതാണ് ബാബർ നാമ അല്ലെങ്കിൽ തുസുക്കെ ബാബറി. ജഹാംഗീർ എഴുതാണ് ജഹാംഗീർ നാമ അല്ലെങ്കിൽ തുസുക് ഐ ജഹാംഗീർ. ഓക്കെ, സോ നമ്മൾ എന്ത് പഠിച്ചു വെച്ചു? രാജാക്കന്മാരുടെ പ്രത്യേകം പഠിച്ചു വെച്ചു. ആലോചിച്ച് നോക്കുക നമ്മുടെ ബുദ്ധി എങ്ങനെയാ. നമ്മൾ ആദ്യം രാജാക്കന്മാരുടെ പോയറ്റുകളെ പഠിച്ചു വെച്ചു, ഇനി രാജാക്കന്മാരുടെ പഠിച്ചു വെച്ചു. ചോദ്യങ്ങൾ എങ്ങനെയാ വരുന്നത് കണ്ടോ? ഇവർക്ക് എന്തിനാ ഇവർ അമുക്തമാല്യത ചോദിച്ചാൽ എത്ര ബുക്ക് ഏൻഷ്യന്റിലുള്ളത്? അതൊരു രാജാവ് എഴുതിയതുകൊണ്ട് അത് പഠിക്കണേ, അല്ലാതെ ഉള്ളതെല്ലാം കച്ചറ വാരി പഠിക്കാനല്ല ചെയ്യണ്ടേ. എന്ത് ചെയ്യാ? ഒരു രാജാവ് എഴുതിയതാണെങ്കിൽ ചോദിക്കാൻ സാധ്യത കൂടുതലാ. അമുക്തമാല്യത എഴുതിയതാരാ? ഭാസവയല്ല, കൃഷ്ണദേവരായാണ്. തുളസിദാസിനെ നമ്മൾ പഠിക്കും, കാളിദാസിനെ നമ്മൾ പഠിക്കും. നമുക്ക് അപ്പോഴും ഉത്തരത്തിലെത്താം. ഭാസവ അങ്ങനെ പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്സ് ഒന്നും എഴുതിയിട്ടില്ല, ഞാൻ നോക്കിയതാണ്. നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. കാളിദാസിന്റെ നമ്മൾ പഠിക്കും, തുളസിദാസിന്റെ ബുക്ക് നമ്മൾ പഠിക്കും, ഭക്തിയിൽ പഠിക്കും, ഭക്തി മൂവ്മെന്റിൽ. ഓക്കെ, സോ ഇതിന് ആൻസർ കൃഷ്ണദേവരായ. ഇവിടെ പഠിച്ചു വെക്കേണ്ടത് എന്താ? മഹേന്ദ്രവർമ്മൻ മട്ടവിലാസ പ്രഹസന, കൃഷ്ണദേവരായ അമുക്തമാല്യത, ബാബറിനെ തുസുക്കൈ ബാബറി, ജഹാംഗീർ തുസുക്കൈ ജഹാംഗീർ. നമുക്ക് മുഗൾസിനെ വേറെ പഠിക്കാം, എന്നാലും ഇവർ സ്വന്തമായിട്ട് എഴുതിയതൊന്നും ഓർത്തു വയ്ക്കുക. ഇവിടെ ഓർത്തു വയ്ക്കുക, അവിടെ ഓർത്തു വയ്ക്കുക. 2 വർഷം റിവിഷൻ ആവൂലേ? മുന്നോട്ട് പോവാം.
അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇതിനകത്ത് കണ്ടോ ഫുള്ള് ഞാൻ മഞ്ഞളിട്ട് വെച്ചേക്കാം. കാര്യം എന്താ, ഫുള്ള് ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്താ കാരണം, ഒരുപാട് ചോദ്യങ്ങൾ ഏതും ചോദിക്കുന്നുണ്ട്. സോ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓർത്തു വയ്ക്കുക, സയൻസുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഏൻഷ്യന്റ് ബുക്ക്. നമുക്കറിയാം നമ്മുടെ പൂർവികര്, നമ്മുടെ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഗുരുക്കന്മാരെല്ലാം ഒരുപാട് നോളജ് ഉള്ള ആൾക്കാരായിരുന്നു. ഒരുപാട് കൾച്ചറൽ എന്താ പറയാ നോളജും ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരായിരുന്നു. അവർക്ക് ആയുർവേദം, സർജറി, ആസ്ട്രോണമി, ആസ്ട്രോളജി, അടുത്ത ഗ്രാമർ, ആയുർവേദം, മാത്തമാറ്റിക്സ്, ഇതിലെല്ലാം നല്ല ജ്ഞാനം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു നമ്മുടെ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഗുരുക്കന്മാരെല്ലാം. സോ നമുക്ക് തന്നെ അറിയാം ഇന്ത്യയുടെ ഒരു ഹെറിറ്റേജും ഇന്ത്യയുടെ ഒരു കൾച്ചറും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാം. സോ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെ പഠിച്ചിട്ട് പോവാ, ഒരുപാട് ചോദ്യങ്ങൾ ഏതും ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ചരകൻ എന്ന് പറയുന്ന ഒരു ഏൻഷ്യന്റ് സേജ്, ഏൻഷ്യന്റ് മുനി എഴുതിയതാണ് ഇത് ചരക സംഹിത. എന്തിനെ പറ്റിയിട്ടുള്ളതാ? ആയുർവേദത്തിനെ പറ്റിയിട്ടുള്ളതാ. ഇതുപോലെ തന്നെ ആയുർവേദത്തിനെ പറ്റിയിട്ട് ഒരെണ്ണം എഴുതിയിട്ടുള്ളത് മാധവ എന്ന് വിളിക്കുന്ന ഒരു ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു സേജ് അല്ലെ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു മുനിയാണ്. പുള്ളി എഴുതിയത് മാധവ നിദാന. നിങ്ങൾ ചോദിക്കുക എന്താ, ചരകൻ ചരക സംഹിത പഠിക്കാൻ എളുപ്പല്ലേ, മാധവൻ മാധവ നിദാന പഠിക്കാൻ എളുപ്പല്ലേ? പക്ഷെ അങ്ങനെയല്ല ചോദിക്കുക. എന്താ ചോദിക്കുക? ചരക സംഹിത എന്തിനെ പറ്റിയിട്ടുള്ളതാണ്? ആയുർവേദത്തിന്, ആയുർവേദിക് മെഡിസിനെ പറ്റിയിട്ടുള്ളതാണ്. മാധവ നിദാന എന്തിനെ പറ്റിയിട്ടുള്ളതാണ്? ആയുർവേദിക് മെഡിസിനെ പറ്റിയിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തു പോകുന്ന ആയുർവേദത്തിൽ മേജർ ആയിട്ട് കണ്ടുവരുന്നത് ഈ രണ്ട് മേജർ ബുക്കുകളാണ്, മാധവ നിദാനയും ചരക സംഹിതയും. അതുപോലെ സർജറി, മെഡിസിൻ ആൻഡ് സർജറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് സുശ്രുത എഴുതിയ സുശ്രുത സംഹിത. സുശ്രുത എഴുതിയ സുശ്രുത സംഹിത എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? സർജറിയുമായിട്ട് ബന്ധപ്പെട്ട സുശ്രുത സർജറി. ചരകൻ ആയുർവേദ. ഓക്കെ, ഇനി വരാഹമിഹിര എന്ന് വിളിക്കുന്ന ചന്ദ്രഗുപ്ത വിക്രമാദിത്യ, വേതാളത്തിന്റെ വിക്രമാദിത്യന്റെ കഥയിലുള്ള വിക്രമാദിത്യന്റെ സദസ്സിലെ നവരത്നങ്ങളിൽപ്പെട്ട ആള്. കാളിദാസനും വരാഹമിഹിരയും ഇതെല്ലാം കാളിദാസന്റെ നവരത്നത്തിൽപ്പെട്ട ആൾക്കാരാ. സോറി, വിക്രമാദിത്യന്റെ നവരത്നത്തിൽപ്പെട്ട ആൾക്കാരാ. സോ വരാഹമിഹിര ആസ്ട്രോണമിയിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്ന, ഒരുപാട് കാര്യങ്ങളിൽ ജ്ഞാനം ഉണ്ടായിരുന്ന ആളായിരുന്നു. പുള്ളി എഴുതിയാണ് പഞ്ചസിദ്ധാന്തികയും ബൃഹത് സംഹിതയും. ഇതും ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. സോ വരാഹമിഹിര എഴുതിയത് ഏതാണ്? വരാഹമിഹിര എഴുതിയത് പഞ്ചസിദ്ധാന്തികയും ബൃഹത് സംഹിതയും. അതുപോലെ ആര്യഭട്ട, നിങ്ങൾക്ക് അറിയാം ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റിന്റെ പേരെന്താ? ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇന്ത്യയുടെ പേരെന്താ? ആര്യഭട്ട എന്നാണ്. സോ ആര്യഭട്ട എഴുതിയ ബുക്കാണ് ഇത് സൂര്യസിദ്ധാന്തികയും ആര്യഭട്ടീയവും. സൂര്യസിദ്ധാന്തയും ആര്യഭട്ടീയവും അത് ആസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പാണിനിനെ ഓൾറെഡി കണ്ടതാണ്. അഷ്ടാധ്യായി ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാണിനി എന്താണ്? ഗ്രാമർ, സാൻസ്ക്രിറ്റ് ലാംഗ്വേജിന്റെ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്ന, അതിനകത്ത് ഞാനുണ്ടായിരുന്ന ആളായിരുന്നു ആര്? അഷ്ടാധ്യായി എഴുതിയ പാണിനി. അടുത്തത് സിദ്ധാന്ത ശിരോമണി. മാത്തമാറ്റിക്സിനെ പറ്റിയിട്ട്, ട്രിഗ്നോമെട്രിനെ പറ്റിയിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് സിദ്ധാന്ത ശിരോമണി. ലീലാവതി, സിദ്ധാന്ത ശിരോമണി തന്നെ ഒരു പാർട്ടാണ് എന്ത്? ലീലാവതി. ഈ ലീലാവതി ചോദിച്ചിട്ടുള്ളതാണ് NTPCക്ക്. സോ എങ്ങനെ പഠിച്ചു വയ്ക്കുക? ചരകന്റെ ചരക സംഹിത, സുശ്രുതന്റെ സുശ്രുത സംഹിത, പിന്നെ മാധവന്റെ മാധവ നിദാന. ഇത് മൂന്നും ആയുർവേദവും സർജറിയായിട്ട് ബന്ധപ്പെട്ടതാ. സുശ്രുത സർജറിയായിട്ട് ബന്ധപ്പെട്ടത്, ചരകനും മാധവനും എഴുതിയത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി വരാഹമിഹിര എന്ന് പറഞ്ഞാൽ ആസ്ട്രോണമിയുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചസിദ്ധാന്തികയും ബൃഹത് സംഹിതയും എഴുതിയിട്ടുള്ള ആളാണ്. ആര്യഭട്ടൻ ആസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട ആര്യഭട്ടീയവും സൂര്യസിദ്ധാന്തയും എഴുതിയ ആളാണ്. അടുത്തത് ഭാസ്കരാചാര്യ, മാത്സിനെ പറ്റി എഴുതിയ ആളാണ്. സിദ്ധാന്ത ശിരോമണി അല്ലെങ്കിൽ ലീലാവതി. അത് കഴിഞ്ഞാൽ അഷ്ടാധ്യായി ഗ്രാമറിനെ പറ്റി പാണിനി എഴുതിയതാണ്, അല്ലെങ്കിൽ ഗ്രാമറിന്റെ കൂടുതൽ ഐഡിയാസ് പുറത്തേക്ക് വിട്ടുകൊണ്ട് പാണിനി എഴുതിയതാണ്. ഓക്കെ, ചോദ്യങ്ങൾ നോക്കാം. സോ ഹൂ ഇസ് ദ ഓതർ ഓഫ് അഷ്ടാധ്യായി? നമുക്കറിയാം പതഞ്ജലി യോഗയുമായി ബന്ധപ്പെട്ട ആളാണ്. പാണിനി ഗ്രാമർ, അഷ്ടാധ്യായി. ഓക്കെ, ഇതാണ് ആൻസർ. അഷ്ടവക്ര നമുക്ക് പഠിക്കാനില്ല, തൽക്കാലം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ചരക സംഹിത എഴുതിയ ആളാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ഏതാ പുള്ളി എഴുതിയത്? ചരക സംഹിത. ഇങ്ങനെ റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, മുന്നോട്ട് പോകുമ്പോ അഷ്ടാധ്യായി എഴുതിയത് ആരാണ്? പാണിനിയാണ്. സുശ്രുതൻ എഴുതിയത് എന്താ? സുശ്രുത സംഹിത. ജയദേവൻ എഴുതി നമ്മൾ പഠിക്കും.
ഗീതാ ഗോവിന്ദ എഴുതിയ ആളാണ് ജയദേവൻ, നമ്മൾ പഠിക്കും. സൂർദാസും ഒരുപാട് നോവൽസ് എഴുതിയിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കും. സൂർദാസും കബീർദാസും ഒക്കെ ദോഹകൾ എഴുതിയിരുന്ന ആൾക്കാരാ. ഹിന്ദി ലിറ്ററേച്ചർ അത് നമ്മൾ പഠിക്കും. ഭക്തി മൂവ്മെന്റ് അത് നമ്മൾ പഠിക്കുന്നുണ്ടാവും. സോ പാണിനിയാണ് ഇതിന് ആൻസർ. ഇതെല്ലാം നമ്മൾ ഇനി വരുന്ന സ്ലൈഡുകളിൽ ഇത് മൂന്നും പറഞ്ഞു പോകുന്നുണ്ടാവും. അവിടെ നമുക്ക് ഈ മൂന്നെണ്ണത്തിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ബൃഹത് സംഹിത. ഓക്കെ, പഞ്ചസിദ്ധാന്തിക, ബൃഹത് സംഹിത. ഇത് രണ്ടും എഴുതിയ ആളുടെ പേരെന്താ? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? അത് ആസ്ട്രോണമിയുമായിട്ട് ബന്ധപ്പെട്ടതാ. എഴുതിയ ആളുടെ പേര് വരാഹമിഹിര. കൽഹൻ എഴുതിയ ബുക്കിന്റെ പേരെന്താ നമ്മൾ പറഞ്ഞു? ഏതാണ്? രാജതരംഗിണി. നമ്മൾ ഇനി പഠിക്കും. ഏതാ? രാജതരംഗിണി. രാജതരംഗിണി എന്താ സംഭവം എന്നറിയോ? കശ്മീരിലെ രാജാക്കന്മാരെ പറ്റി വിവരിച്ചുകൊണ്ടുള്ള കഥയാണ്. കശ്മീരിലെ കനിഷ്കനെ പോലെയുള്ള കശ്മീരിലെ രാജാക്കന്മാരെ പറ്റി വിവരിച്ചുകൊണ്ടുള്ള കഥയാണ് രാജതരംഗിണി. കൽഹൻ എഴുതിയത്. ഇനി ചരകന് ചരക സംഹിത. നാഗാർജുന ഒരു ബുദ്ധിസ്റ്റ് മോങ്ക ആയിരുന്നു. നാഗാർജുനയുടെ ഒരു ബുക്ക് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂലമാധ്യമകാരിക. എന്താണ് ഈ മൂലമധ്യമകാരിക? ഈ മധ്യമം എന്ന് വിളിക്കുന്നത് മിഡിൽ പാത്താണ്. ഓക്കെ, അഥവാ ഒരു ചോദ്യം വരാണ് എന്ന് വിചാരിക്കുക അടുത്ത വർഷ പരീക്ഷയ്ക്ക്. ഈ മധ്യമകാരിക എന്ന് പറയുന്നത് എന്താണ്? മധ്യമകാരിക എന്ന് വെച്ചാൽ മിഡിൽ പാത്ത്. മിഡിൽ പാത്ത് ആരുടെയാ? മിഡിൽ പാത്ത് ബുദ്ധന്റെയാണ്. സോ ഈ നാഗാർജുന ബുദ്ധിസ്റ്റ് മോങ്കായിരുന്നു. സോ ബുദ്ധിസ്റ്റ് മോങ്കായിട്ടുള്ള നാഗാർജുന എഴുതിയ ഒരു ബുക്കാണ് മൂലമാധ്യമകാരിക. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോളൂ. സോ വരാഹമിഹിരയുടെ ബൃഹത് സംഹിത, കൽഹനയുടെ രാജതരംഗിണി, ചരകന്റെ ചരക സംഹിത, നാഗാർജുനയുടെ മൂലമധ്യമകാരിക. ഓർത്തു വെച്ചോളൂ കേട്ടോ. മുന്നോട്ട് പോവാം. ചരക സംഹിത എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ചരകൻ എഴുതിയാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? അലോപ്പതി ആണോ? ഒന്ന് ആലോചിച്ച് നോക്കി ഈ ചോദ്യം. അലോപ്പതി എന്താ? മോഡേൺ മെഡിസിൻ ആണ്. അലോപ്പതി മോഡേൺ മെഡിസിൻ ആണ്. ആ സമയത്ത് മോഡേൺ മെഡിസിൻ എത്തിയോ? ഇംഗ്ലീഷ് മരുന്നുകൾ അപ്പൊ ഉണ്ടോ? ഇല്ല. എന്തായാലും ചരക സംഹിത അല്ല. ഹോമിയോപ്പതി സാമുവൽ ഹാനിമാൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനല്ലാത്ത ആൾ ഉണ്ടാക്കിയതാണ്. സാമുവൽ ഹാനിമാൻ. നിങ്ങൾക്ക് അറിയാം ഹോമിയോപ്പതി എന്നാലും ഇന്ത്യയിൽ ഉണ്ടായതല്ലാണ്. സാമുവൽ ഹാനിമാൻ അതും പോയി. യുനാനി ഒരു പേർഷ്യ അറബിക് ഒരു മെഡിസിൻ ആണ്. സോ ഇന്ത്യയിലുള്ളത് ഒരെണ്ണേ ഉള്ളൂ. ചരകൻ എഴുതാൻ പറ്റിയതിനകത്ത് ഈ ഓപ്ഷനിൽ ആയുർവേദം മാത്രമേ ഉള്ളൂ. അങ്ങനെ എലിമിനേറ്റ് ചെയ്തും ഉത്തരത്തിലേക്ക് എത്താം. ഇത് മോഡേൺ ആണ്. ഇതെന്തായാലും ഇന്ത്യയിലുള്ളതല്ല. യുനാനി എന്തായാലും അറബികൾ കൊണ്ടുവന്നതാണ്. ഇപ്പൊ ഇന്ത്യയുടെ ഒരു മെഡിസിൻ രീതി ഏതുള്ളൂ? ആയുർവേദേ ഉള്ളൂ. സോ അത്രയും ചരക സംഹിത എന്നൊക്കെ പേരുള്ള സാധനം നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കും. ചരക സംഹിത എന്ന് പേരുള്ള സാധനം. സംഹിത ഏതാ? സംസ്കൃതമാണ്. സംസ്കൃതത്തിൽ എഴുതാൻ പറ്റിയത് ഏതാ? യുനാനിനെ പറ്റിയൊക്കെ സംസ്കൃതത്തിൽ എഴുതോ? ഇല്ല. അപ്പൊ എഴുതാൻ പറ്റിയത് ആയുർവേദം മാത്രമേ ഉള്ളൂ. അങ്ങനെയും ആൻസറിൽ എത്താം. അടുത്തത് മിഡീവൽ ഇന്ത്യൻ ബുക്ക് ഓൺ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ എഴുതാനാണ് നമ്മൾ പറഞ്ഞു. ഭാസ്കരാചാര്യ എഴുതിയതാണ്. ഏതാണ്? ഭാസ്കരാചാര്യ എഴുതിയത് ഏതാണ്? വാസ്തുശാസ്ത്രമല്ല, രൂപമതി അല്ല, പഞ്ചദാശി അല്ല, ലീലാവതി. ഓക്കെ, ഏത്? സിദ്ധാന്ത ശിരോമണിയാണ്. ഏത്? ലീലാവതി അല്ലെങ്കിൽ സിദ്ധാന്ത ശിരോമണി. അടുത്തത് സുശ്രുത എഴുതിയതാ? സുശ്രുത സംഹിത. ആസ്ട്രോളജി അല്ല. ആസ്ട്രോളജി ഏതാ? ആര്യഭട്ടന്റെ ആണ് അല്ലെ? ആര്യഭട്ടീയവും സൂര്യസിദ്ധാന്തവും. മാത്തമാറ്റിക്സ് ലീലാവതി. റിലീജിയൻ മിത്തോളജി ഒരുപാട് ബുക്ക് ഉണ്ട്. ഏതാ? മറ്റേ മഹാഭാരതം, പിന്നെ ഈ രാമായണം, അങ്ങനെ ഒരുപാടുണ്ട്. സോ ഇവിടെ മെഡിസിൻ ആൻഡ് സർജറി ആണ് ഉത്തരം. ഓക്കെ, അടുത്തത് ഇൻ വിച്ച് ലാംഗ്വേജ് ആര്യഭട്ട ഡിഡ് റൈറ്റ് ആര്യഭട്ടീയം. നമ്മൾ ഈ കണ്ട എല്ലാ ബുക്കുകളും എഴുതപ്പെട്ടത് സംസ്കൃതത്തിലാണ്. ഹിന്ദിയിൽ എഴുതുന്നതെല്ലാം ഭക്തി മൂവ്മെന്റ് ഹിന്ദിയിലാണ്. പിന്നെ സംഘം തമിഴിലാണ്. സംഘം ലിറ്ററേച്ചർ. ബാക്കി ഏൻഷ്യന്റ് എല്ലാം സംസ്കൃതത്തിലാണ്. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്തത് ഏറ്റവും മേജർ ആയിട്ടുള്ളത് നമ്മളിപ്പോ ഈ പറഞ്ഞതിൽ അവസാനിപ്പിക്കാൻ പോവാ. ഏൻഷ്യന്റ് അവസാനിപ്പിക്കാൻ പോവാ. കുറച്ച് നോക്കിക്കോ. മൃച്ഛകടികം എഴുതിയത് ശൂദ്രക. നാട്യശാസ്ത്രം ഇപ്പൊ നമ്മൾ ആക്ടിങ് എല്ലാം നോക്കി പഠിക്കുന്ന, ഡ്രാമയും ആക്ടിങ് എല്ലാം പഠിക്കുന്ന നാട്യശാസ്ത്രം ഭരതമുനി എഴുതിയതാണ്. സ്വപ്നവാസവദത്തം ഭാസ എഴുതിയതാണ്. അഷ്ടാധ്യായി പാണിനി എഴുതിയതാണ്. രാജതരംഗിണി ഡിസ്ക്രിപ്ഷൻ ഓഫ് കിങ്സ് ഓഫ് കാശ്മീർ എഴുതിയത് കൽഹനയാണ്. മനുസ്മൃതി മനു എഴുതിയതാണ്. ലോ ബുക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പോലത്തെ ഒരു ലോ ബുക്കാണ്. ഓക്കെ, അടുത്തത് കാമസൂത്ര എഴുതാനാണ് വാത്സ്യായനാണ്.
പ്രശ്നോത്തരമാളിക അമോഘവർഷ എഴുതിയതാണ്. പഞ്ചതന്ത്ര വിഷ്ണു ശർമ്മ. നമ്മൾ പഞ്ചതന്ത്ര കഥകളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചല്ലേ, അത് വിഷ്ണു ശർമ്മ എഴുതിയതാണ്. കിരാതാർജുനീയം ഭരാവി എഴുതിയതാണ്. മുന്നോട്ട് പോയാൽ മുദ്രാരാക്ഷസം വിശാഖദത്ത, ദേവി ചന്ദ്രഗുപ്തം വിശാഖദത്ത, ഇന്ഡിക്ക മെഗസ്തനീസ് എഴുതിയതാണ്. അർത്ഥശാസ്ത്ര കൗട്ടില്യൻ എഴുതിയതാണ്. ഐഹോൾ പ്രശസ്തി രവികീർത്തി എഴുതിയതാണ്. ഇതിൽ ഈ മഞ്ഞയിലിട്ടതെല്ലാം ചോദിച്ച ചോദ്യങ്ങളാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ശൂദ്രക എഴുതിയത് മൃച്ഛകടികം. മൃച്ഛകടികം ഏതാണ്? ശൂദ്രക എഴുതിയതാണ്. ശൂദ്രക. അടുത്തത് സ്വപ്നവാസവദത്തം. നാട്യശാസ്ത്രം അറിയായിരിക്കും ഭരതമുനി, പണ്ട് പോലെ കേൾക്കണേ, എത്ര സിനിമയിലാ പറയുന്നത്? സ്വപ്നവാസവദത്ത ഭാഷ. സ്വപ്നത്തിന് ഭാഷയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്വപ്നത്തിൽ നമ്മൾ ഏത് ഭാഷയാണ് പറയുന്നത്? മലയാളത്തിലാണോ പറയുന്നത്? ഇംഗ്ലീഷിലാണോ പറയുന്നത്? തമിഴിലാണോ പറയുന്നത്? അപ്പൊ നമുക്ക് ആ ഭാഷ വെച്ചിട്ട് ഓർത്തു വയ്ക്കുക. സ്വപ്നം ഭാഷ. ഇത് ഏത് ഭാഷ എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. നമ്മൾ ഏത് ഭാഷയാണ് സ്വപ്നത്തിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഉറക്കത്തിൽ സംസാരിക്കുമ്പോൾ കറക്റ്റ് മലയാളത്തിലാണ് സംസാരിക്കുന്നത്? അല്ല. സോ സ്വപ്നം വെച്ചിട്ട് നമ്മൾ ഭാഷ ഓർത്തു വയ്ക്കുക. പാണിനി ഗ്രാമർ ആണെന്ന് അറിയാം. രാജതരംഗിണി, കനിഷ്കൻ, കൽഹന, കനിഷ്കരൊക്കെ കശ്മീരിലുള്ള ആൾക്കാരാണ്. സോ കൽഹന കശ്മീരിലെ രാജ്യങ്ങളെ പറ്റി എഴുതിയത് രാജതരംഗിണി. കൽഹന കശ്മീർ രാജാക്കന്മാരെ പറ്റി എഴുതിയത് രാജതരംഗിണി. കാ വെച്ച് ഓർത്തു വയ്ക്കുക. അടുത്തത് മനുസ്മൃതി മനു എഴുതിയതാണ്. കാമസൂത്ര വാത്സ്യായൻ എഴുതിയതാണ്. നിങ്ങൾ അതും പലയിടത്തും കേട്ടിട്ടുണ്ടാവും. അടുത്തത് പ്രശ്നോത്തരമാളിക അമോഘ വർഷ. പ്രശ്നങ്ങളുടെ ഒരു മഴ തന്നെയായിരുന്നു, ചോദ്യങ്ങളുടെ ഒരു മഴയായിരുന്നു. പ്രശ്നോത്തരമാലിക, പ്രശ്നങ്ങളുടെ ഉത്തരങ്ങൾ, ഒരു ക്വിസ് പോലെ ഓർത്ത് വയ്ക്കുക. അമോഘ വർഷ, ഒരു ക്വിസ് ഇങ്ങനെ വർഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. സോ പ്രശ്നോത്തരമാലിക അമോഘ വർഷ. അടുത്തത് പഞ്ചതന്ത്ര കഥകള്. നമ്മൾ പഞ്ചതന്ത്രകൾ എഴുതിയത് വിഷ്ണുവാണ്. നിങ്ങളുടെ ഏതൊരു കൂട്ടുകാരൻ വിഷ്ണു ഉണ്ടാവുമല്ലോ, അവനാണ് പഞ്ചതന്ത്ര കഥകൾ എഴുതിയെന്ന് ഓർത്തു വയ്ക്കുക. പഞ്ചതന്ത്ര കഥകൾ എഴുതിയത് പുള്ളിയാണ്. കിരാതാർജുനീയം എഴുതിയത് ഭരാവി. കിരാതാർജുനീയം ഭരാവി. അടുത്തത് വിശാഖദത്ത, ചന്ദ്രഗുപ്ത മൗര്യ, ദേവി ചന്ദ്രഗുപ്തം, മുദ്രാരാക്ഷസ. അടുത്ത മഗസ്തനീസിന്റെ ഇന്ഡിക്ക. കൗടില്യന്റെ അർത്ഥശാസ്ത്ര. കൗടില്യൻ ആരുടെ കോട്ടിലുള്ളതാ? അതും ചന്ദ്രഗുപ്ത മൗര്യന്റെ കോട്ടിലുള്ളതാണ്. ഐഹോൾ പ്രശസ്തി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രയാഗ് പ്രശസ്തി എഴുതിയത് ആരാണ്? പ്രയാഗ് പ്രശസ്തി ഹരിസേനയാണ്. അതുപോലെ ഐഹോൾ പ്രശസ്തി എഴുതിയത് രവികീർത്തിയാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യക്ക് എഴുതിയത് ആരാ? മഗസ്തനീസ്. ചാണക്യ എഴുതിയത് എന്താണ്? ചാണക്യ എഴുതിയത് എന്താ? അർത്ഥശാസ്ത്ര. സെലൂസിയസും ഡെരിയസും നമുക്ക് പഠിക്കാനില്ല. ഓക്കെ. അടുത്തത് സ്വപ്നവാസവദത്തം. സ്വപ്നത്തിൽ നമുക്ക് എന്തില്ല? ഭാഷയില്ല. നമ്മൾ ഓർത്തു വെച്ചാൽ എഴുതാൻ പറ്റും. കാളിദാസൻ നമ്മൾ പഠിക്കും. ജയദേവന്റെ ഗീതാ ഗോവിന്ദാണ് നമ്മൾ പഠിക്കും. ശൂദ്രക നമുക്കറിയാം. മൃച്ഛകടികം. ഓക്കെ. അടുത്തത് ഹു അമോങ് ദ ഫോളോയിങ് കമ്പൈൽഡ് ദ ഏൻഷ്യന്റ് ട്രീറ്റൈസ്? നാട്യശാസ്ത്ര. നാട്യശാസ്ത്ര ഇതാരാ? ഭരതമുനിയാണ്. ഓക്കെ. അഗസ്ത്യമുനി സംഘം ലിറ്ററേച്ചർ സമയത്തുള്ള ആളാ, സംഘത്തിന്റെ സമയത്തുള്ള ആളാ അഗസ്ത്യമുനി. നമ്മൾ അഗസ്ത്യാർ കൂടെ ഒക്കെ ഇല്ലേ. മനു എഴുതിയത് എന്താ? മനുസ്മൃതി. നമ്മുടെ വേദവ്യാസൻ എഴുതിയതാ? വേദവ്യാസനെ നമ്മൾ മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും പുരാണങ്ങളുടെ ഒക്കെ കമ്പൈലർ ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ എഴുതിയ ആളായിട്ടാണ് കാണുന്നത്. സോ വേദവ്യാസം അവിടെ നിൽക്കട്ടെ. മനുസ്മൃതി. ഭരതമുനിയുടെ ഏതാണ്? നാട്യശാസ്ത്ര. അഗസ്ത്യമുനിയുടെ സംഘം ലിറ്ററേച്ചറിലുള്ളതൊന്നും ബാക്കിയില്ല ഇപ്പോ. അഗസ്ത്യമുനി എന്തൊക്കെ എഴുതിയത് നമുക്ക് അറിയില്ല. സംഘത്തിന്റെ സമയത്തുള്ള ആളാണ് ആര്? അഗസ്ത്യമുനി. സംഘം ലിറ്ററേച്ചർ ഏകദേശം 3 BC മുതൽ 3 AD വരെ ഉണ്ടായിരുന്ന സംഘം ലിറ്ററേച്ചറിന്റെ ആളാണ് ആര്? അഗസ്ത്യമുനി. ഓക്കെ. അടുത്ത വീണ്ടും നാട്യശാസ്ത്രം വന്നു. ഹർഷവർദ്ധന്റെ ബുക്ക് നമുക്കറിയാം. രത്നാവലി, പ്രിയദർശിക, നാഗതന്ത. അടുത്തത് ഭരതമുനിയുടെ ബുക്ക് ഏതാണ്? നാട്യശാസ്ത്ര. സോ അതാണ് ആൻസർ. കാളിദാസന്റെ ഏതാണ് നമ്മൾ പഠിക്കും. വിഷ്ണു ശർമ്മയുടെ ഏതാ? പഞ്ചതന്ത്ര. ഓക്കെ അല്ലേ? മുന്നോട്ട് പോവാം. വിച്ച് കിങ് സ്റ്റേറ്റ്സ് ഹാവ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് രാജതരംഗിണി? രാജതരംഗിണി എവിടെ ഉള്ളതാ? കശ്മീരിലുള്ള രാജാക്കന്മാരുടെ. എവിടെയാ? കശ്മീരിലുള്ള രാജാക്കന്മാർ. രാജതരംഗിണി എഴുതിയത് ആരാ? കൽഹന. കൽഹന എഴുതിയ രാജതരംഗിണി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? കശ്മീരിലെ രാജാക്കന്മാരുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ. മുന്നോട്ട് പോവാം. വിഷ്ണു ശർമ്മ എഴുതിയതാ? അർത്ഥശാസ്ത്രം എഴുതിയത് നമുക്കറിയാം. അർത്ഥശാസ്ത്രം എഴുതിയത് ആരാ?
കൗട്ടില്യ അല്ലെങ്കിൽ ചാണക്യ ബുദ്ധി എന്നൊക്കെ പറയാറില്ലേ, ചാണക്യ. പഞ്ചതന്ത്രം എഴുതിയത് വിഷ്ണു ശർമ്മ. ഇന്ത്യക്ക എഴുതിയത് ആരാ, മഗസ്തനീസ്. രാജതരംഗണി എഴുതിയത് ആരാ, കൽഹന. സോ ഇവിടുത്തെ ആൻസർ പഞ്ചതന്ത്ര. ഓക്കെ, പഞ്ചതന്ത്ര എഴുതിയ ആരാ, വീണ്ടും ചോദ്യം വന്നു, വിഷ്ണു ശർമ്മ. ഓക്കെ, കാളിദാസൻ, വാൽമീകി, ശ്രീഹർഷ്, ഇതൊന്നുമല്ല. അടുത്തത് മുദ്രാ രാക്ഷസ് എഴുതിയതാരാ, സോമദേവാണോ, കാളിദാസനാണോ, നാഗാർജുനയാണോ? അല്ല, വിശാഖദത്തനാണ്. വിശാഖദത്തനാണ് മുദ്രാരാക്ഷസ് എഴുതിയത്. ആരെ പറ്റിയതാ, ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, സോ ഓർത്തു വയ്ക്കുക, മുദ്രാരാക്ഷസം വിശാഖദത്തൻ. മനുസ്മൃതി ആരാണ്, ഏത് ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ്, സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള. നമ്മൾ പറഞ്ഞു ഇതൊന്നും ഇപ്പൊ വരുന്നില്ല, സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ളതാണ് ഏത്, മനുസ്മൃതി. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. കാളിദാസൻ. ഈ കാളിദാസൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ, നമ്മൾ ഏത് ക്വസ്റ്റ്യൻ എടുത്തു നോക്കിയാലും അതിലെ കാളിദാസൻ ഇവിടെ കാണും. ദാ ഇവിടെ ഒരു കാളിദാസൻ, ദാ വീണ്ടും കാളിദാസൻ. ഇങ്ങനെ ഏത് ഓപ്ഷൻ നോക്കിയാലും ഒരു ഓപ്ഷൻ കാളിദാസനായിരിക്കും. സോ ക്വസ്റ്റ്യൻ ഉണ്ടോ, അതിന്റെ ഒരു ഓപ്ഷൻ കാളിദാസനായിരിക്കും. നമ്മൾ എന്ത് ചെയ്യാ, ഈ കാളിദാസന്റെ മൂന്നും 6 അങ്ങ് പഠിച്ചു വെക്കുക. 3 പോയം, 3 ഡ്രാമ. ഈ കാളിദാസന്റെ 3 പഠിച്ചു വെച്ചാൽ പിന്നെ എളുപ്പല്ലേ. ഏത് ഓപ്ഷനിൽ നിന്ന് ഒരാൾ എടുത്ത് കളയാലോ, കാളിദാസൻ എല്ലാ ഓപ്ഷനിലും ഉണ്ടാവും, എല്ലാത്തിനും ഓരോരുത്തർ എടുത്ത് കളയാം. സോ മേജർ ആയിട്ട് കുമാരസംഭവം, മേഘദൂതം, രഘുവംശം. കുമാരസംഭവം, മേഘദൂതം, രഘുവംശം. അതുപോലെ അഭിജ്ഞാന ശാകുന്തളം, മാളവിക അഗ്നിമിത്രം, വിക്രമോർവശീയം. ഈ 3 ഡ്രാമയും ഇത്രയേ കാളിദാസൻ എഴുതിയിട്ടുള്ളൂ. അല്ലെങ്കിൽ കാളിദാസന്റെ ഫേമസ് ആയിട്ടുള്ള ഇത്രയേ ഉള്ളൂ, ഇതേ ചോദിക്കൂ. സോ ഈ 6 പഠിച്ചു വെക്കുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്യേണ്ടത്. സോ ഒരു ഓപ്ഷൻ അങ്ങ് പോയി കിട്ടും. എല്ലാ ചോദ്യത്തിലും ഒരു ഓപ്ഷൻ കാളിദാസനാ, ഞാൻ ഇപ്പൊ കാണിച്ചതില്ലേ. സോ കാളിദാസനാണോ, ഈ 6 ആണോ കാളിദാസൻ കുത്തുക, അല്ലെങ്കിൽ കാളിദാസൻ കളയാം. ഇങ്ങനെ വേണം ഇത് പഠിക്കാൻ, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഓക്കെ, സോ കുമാരസംഭവം, മേഘദൂതം, രഘുവംശം, അഭിജ്ഞാന ശാകുന്തളം, മാളവിക അഗ്നിമിത്രം, വിക്രമോർവശീയം. ഇങ്ങനെ 3 പോയോ 3 ഡ്രാമയും. ഇനി കോട്ട് പോയറ്റ് ഓഫ് വിക്രമാദിത്യ, ഗുപ്ത എംപയറിലെ ചന്ദ്രഗുപ്ത 2, വിക്രമാദിത്യൻ. നമ്മൾ വിക്രമാദിത്യൻ വേതാളം കഥ കേട്ടല്ലേ, ആ വിക്രമാദിത്യന്റെ നവരത്നാസിൽ പെട്ട ആളായിരുന്നു കാളിദാസൻ. പിന്നെ ആരൊക്കെയാ ഉള്ളത്, പിന്നെ ഉള്ളത് അമരസിംഹ. ഏത്, അമരഘോഷ എഴുതിയിട്ടുള്ള അമരസിംഹ. ഹരിസേന, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രയാഗ പ്രശസ്തി, അലഹബാദ് പില്ലർ എഴുതിയിട്ടുള്ള ഈ ഹരിസേന ചന്ദ്രഗുപ്തന്റെയും അതുപോലെ തന്നെ സമുദ്രഗുപ്തന്റെയും എന്തായിരുന്നു, കോട്ട് പോയിന്റ് ആയിരുന്നു. അവിടെ നിൽക്കട്ടെ. അടുത്തത് കാളിദാസൻ, വരരുചി, ഗ്രാമർ ആയിട്ടുള്ള വരരുചി. വരാഹമിഹിര, നമ്മൾ ഓൾറെഡി ബൃഹത് സംഹിതയും ബൃഹത് ജാതകയും പഞ്ചസിന്ധാധികയും കണ്ടതാണ്. അടുത്ത ശംഖു, ധന്വന്തിരി, കഹപനക, വേതാളഭട്ട. സോ ഇത്രയും പേരാണ് നവരത്നാസിൽ ഉണ്ടായിരുന്നത്. അതിലൊരാളാണ് കാളിദാസ. സോ വരാഹമിഹിര, നവരത്നാസിലെ മെയിൻ ആയിട്ട് ഇറക്കേണ്ട ആൾക്കാര് വരാഹമിഹിര, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, അസ്ട്രോണമർ ആണ്. അശ്വഘോഷ, സോറി അമരസിംഹയുടെ അമരഘോഷ, പിന്നെ കാളിദാസ. സോ ഇത്രയും പേര് എഴുതിയിട്ടുണ്ടെങ്കിലും ഇതിൽ നമുക്ക് ഹരിസേന നമ്മൾ പഠിച്ചതാണ്, കാളിദാസനെ പഠിച്ചതാണ്, വരാഹമിഹിരനെ പഠിച്ചതാണ്, അമരഘോഷ, അമരസിംഹ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. പിന്നെ കുറെ ആൾക്കാരും കൂടി ഉണ്ട്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ 6 പഠിച്ചു വെക്കുക. ഓക്കെ, ഈ 6 പഠിച്ചു വെക്കുക. കണ്ടോ, RRB ജയിക്ക് വെച്ചതാണ്. കാളിദാസന്റെ വർക്ക് ചെയ്ത മാലതി ജാതവല്ല. കിരാതാർജുനീയം ആൻഡ് കുമാരസംഭവമാണോ? അല്ല, കുമാരസംഭവം മാത്രമേ ഉള്ളൂ. കിരാതാർജുനീയം ആരെഴുതിയതാ? ഭാരാവി എഴുതിയതാണ്. കിരാതാർജുനീയം ഭാരാവി എഴുതിയതാണ്. മുന്നോട്ട് പോയാൽ പഞ്ചസിദ്ധാന്തിക, ബൃഹത് സംഹിത, സംഘസിദ്ധാന്തിക. ഇതാരെഴുതിയതാ? ഇത് എഴുതിയത് വരാഹമിഹിരയാണ്. ഓക്കെ, മുന്നോട്ട് പോവാം. രഘുവംശം. രഘുവംശം എഴുതിയത് ആരാ? കാളിദാസനാണ്. നമ്മള് സൂർദാസും കബീർദാസും തുളസിദാസും പഠിക്കും കേട്ടോ. അടുത്തത് മേഘദൂതം എഴുതിയത് ആരാണ്? സിട്ടറേ സട്ടനാറാണോ? അല്ല, സിട്ടറേ സട്ടനാർ എഴുതിയത് നമ്മൾ പഠിക്കും, മണിമേഖലയാണ് എഴുതിയത്. പ്രേംചന്ദും ഇളങ്കോടികളും അല്ല, കാളിദാസനാണ്. ഇളങ്കോടികൾ എഴുതിയതാ? സിലപ്പതികാരാണ്, നമ്മൾ പഠിക്കും സംഘം ലിറ്ററേച്ചറിൽ. സോ ഇത്രയും ആയിരുന്നു ഏൻഷ്യന്റ് ഉണ്ടായത്. സോ മേജറായിട്ട് ഏൻഷ്യന്റ് നമ്മൾ എന്തെല്ലാം പഠിച്ചു? ഏൻഷ്യന്റ് കിങ്സ് എഴുതിയത്, അവരുടെ കോട്ട് പോയിറ്റ്സ് എഴുതിയത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.
മെയിൻ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. വിക്രമോർവശീയം, മേഘദത്തം, രഘുവംശം, മാളവിക അഗ്നിമിത്രം ഇതൊക്കെ എഴുതിയതാരാ? കാളിദാസ്. മൃച്ഛകടിക എഴുതിയതാരാ? ശൂദ്രക. സുശ്രുത സംഹിത എന്തിനെ പറ്റിയിട്ടുള്ളതാ? സർജറിനെ പറ്റിയിട്ടുള്ളത്. ചരക സംഹിത ആയുർവേദത്തിനെ പറ്റിയിട്ടുള്ളത്. മാധവ നിദാനം എന്താ? ആയുർവേദത്തിനെ പറ്റിയിട്ടുള്ളത്. ഭാസ്കരാചാര്യ എഴുതിയത് എന്തിനെ പറ്റിയിട്ടാ? മാത്സ്, ലീലാവതി. ഇങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് പറയാൻ പറ്റണം. രാജതരംഗിണി കൽഹന, കിരാതാർജുനീയം ആരാ? ഭരാവി. ഭാസ എന്ന് പറഞ്ഞ ആൾ എഴുതിയതാ? സ്വപ്നവാസവദത്തം. ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പഠിക്കുക. ഇത്രയാണ് ഏൻഷ്യന്റ് ബുക്കുകൾ ഉണ്ടായത്. ഇനി നമുക്ക് ഭക്തിയിലേക്കും പയ്യെ നമ്മൾ ഈ 3 കവർ ചെയ്തിട്ടോ. ഈ 3 നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് പയ്യെ ഭക്തിയിലേക്കും മുഗൾസിലേക്കും മിഡീവലിലേക്കും സംഘത്തിലേക്കും കിടക്കണം. ഈ 3 ഇനി നമുക്ക് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതുള്ളത്. ഓക്കെ, ഏൻഷ്യന്റ് മിഡീവൽ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ബാക്കി നമുക്ക് മോഡേൺ ആണ്, നമുക്ക് പിന്നെ പരിചയമുള്ള ആൾക്കാരാണ്. സോ ഇത്രയും കവർ ചെയ്താൽ തന്നെ മേജർ ചങ്ക് തീരും. നമ്മൾ അതിന്റെ ഒരു 1/3 ഓൾറെഡി കവർ ചെയ്തു. ഓക്കെ, ഇനി ഇതും കൂടെ ബാക്കിയുണ്ട്. നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? മേജർ ആയിട്ടുള്ള ഈ 3 ഇപ്പൊ കാണാം. ഏതൊക്കെയാണ്? ഭക്തി മൂവ്മെന്റ്, ബുക്സ് ബൈ മുഗൾസ്, മിഡീവൽ ഇന്ത്യ, സംഘം ബുക്സ്. ഈ 4 നമുക്ക് ഇപ്പൊ നോക്കാം. ഓക്കെ, സോ അതിനകത്ത് ഫസ്റ്റ് ഏതാണ്? ഭക്തി മൂവ്മെന്റ്. ഭക്തി മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭക്തി മൂവ്മെന്റ് sought to bring religious reforms by adopting method of devotion to achieve salvation. It was prominent in 8th century in South India and spread northwards. ആദ്യം സൗത്തിൽ വന്നു, പിന്നീട് നോർത്തിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെട്ടാണ് ഭക്തി മൂവ്മെന്റ്. റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിവോഷൻ വഴി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റ്സ് വഴി, പാട്ടുകൾ വഴി ഡിവോഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സൗത്തിൽ തുടങ്ങി പിന്നീട് നോർത്തിലേക്ക് എന്താ പറയാ സ്പ്രെഡ് ചെയ്യപ്പെട്ട ഒരു കൾച്ചറാണ് ഭക്തി കൾച്ചർ എന്ന് പറഞ്ഞാൽ. ബേസിക്കലി ഹിന്ദു മിത്തോളജി, ഹിന്ദു റിലീജിയൻ ഇതിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഭക്തി മൂവ്മെന്റ്. മേജർ ആയിട്ടുള്ള ആൾക്കാർ കബീർദാസ്, തുളസിദാസ്, മീരാബായി, രാമാനുജ എന്നുള്ള ആൾക്കാരാണ്. സോ ഇത് എല്ലാ ഭാഷയിലും ഉണ്ടാവും. ഇത് തമിഴിലുണ്ട്, പിന്നെ നമ്മുടെ ഹിന്ദി, ബംഗാളി, അങ്ങനെ മിക്കവാറും ഭാഷകളിലൊക്കെ ഉണ്ട്. സോ നമുക്കിവിടെ മേജർ ആയിട്ട് നോക്കാനുള്ളത് ഒന്ന് രാമാനുജന്റെ ശ്രീഭാഷ്യ ഗീതാഭാഷ്യ, രാമാനുജന്റെ ശ്രീഭാഷ്യ ഗീതാഭാഷ്യ, നിംബാർക്കയുടെ വേദാന്ത പരിചിത സൗരഭ. ഓക്കെ, സോ വേദാന്ത പരിചിത സൗരഭ, തുളസിദാസിന്റെ വിനയപത്രിക, കവിതാവലി, രാമചരിതമാനസം. രാമചരിതമാനസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഇത് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുവരെ ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ NTPC ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിക്കൊന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സൂർദാസിന്റെ സുർസാഗർ, സാഹിത്യരത്ന സുർ സാരാവലി. സോ RRB ജയിക്കായാലും RRB ALPക്കായാലും ഇനിയുള്ള RRB പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതകളാണ് ഈ തുളസിദാസിന്റെയും സൂർദാസിന്റെയും. ഈ തുളസിദാസ് എന്നുള്ള പേരും സൂർദാസ് എന്നുള്ള പേരും പല ഓപ്ഷൻസിലും കാണാറുണ്ടെങ്കിലും അവരുടെ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇനി അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. വിനയപത്രിക, കവിതാവലി, രാമചരിതമാനസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് രാമചരിതമാനസാണ്. രാമചരിതമാനസ് ആരുടെയാണ്? തുളസിദാസിന്റെയാണ്. സുർദാസിന്റെ സുർസാഗർ, സാഹിത്യരത്ന സുർ സാരാവലി. മുന്നോട്ട് പോയാൽ കബീർ ദാസിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള വർക്ക്സിന്റെ കളക്ഷൻ ആണ് ബീജക്. ഇത് ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. ബീജക് ആരെഴുതിയതാണെന്ന് ചോദിച്ചിട്ടുണ്ട്? കബീർ ദാസ് എഴുതിയതാണ്. പിന്നെ മീരാഭായ്, അറിയപ്പെട്ട കൃഷ്ണനെ പറ്റിയിട്ട് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള, കൃഷ്ണന്റെ ആരാധികയായിട്ട് അറിയപ്പെട്ടിരുന്ന ആളാണ് ആര്? മീരാഭായ്. ഒരു ഭക്തി സെയിന്റ് ആണ്. ഗീത് ഗോവിന്ദ് ടീക്ക, രാഗ ഗോവിന്ദ്. ഗീത ഗോവിന്ദ് ടിക്ക, രാഗ ഗോവിന്ദ്. ഇനി ജയദേവൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾറെഡി PYക്ക് ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും പ്രതീക്ഷിക്കാം. ജയദേവ എന്ന് പറയുന്ന ഭക്തി സെയിന്റ് ഗീതാ ഗോവിന്ദം രചിച്ചതാണ്. ഏതാണ് രചിച്ചത്? ഗീതാ ഗോവിന്ദം. സോ ഇതിൽ ഏറ്റവും മേജർ ആയിട്ട് തുളസിദാസ്, സൂർദാസ്, കബീർദാസ്, ജയദേവ, ഇത് 4 ഏറ്റവും സാധ്യത കൂടുതൽ ഈ ഏരിയ ചോദിക്കാൻ. ഓക്കെ, പിന്നെ രാമാനുജ, നിംബാർക്ക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി തുക്കാറാം, രാംദാസ്, നർസി മെഹ്ത. വൈഷ്ണവ ജനത്തോ എന്ന പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും. വൈഷ്ണവ ജനത്തോ, ആ പാട്ട് എഴുതിയ ആളാണ് ആര്? നർസി മെഹ്ത. രാംദാസ് ദസ്ബോധ് എന്ന് പറയുന്ന വർക്ക് എഴുതിയ ആളാണ്. തുക്കാറാം അഭംഗ എന്ന് പറയുന്ന വർക്ക് എഴുതിയ ആളാണ്.
ഓക്കെ, ബുക്കാണോ നിർബന്ധമല്ല, അത് പോയാവാം വർക്കാവാം, നിങ്ങൾ അത്രയും പഠിച്ചാൽ മതി. അത് പോയാണോ വർക്കാണോ ഡ്രാമയാണോ എന്ന് പഠിക്കേണ്ട കാര്യം നിൽക്കില്ല. ഓക്കെ, സോ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ രാമാനുജയുടെ ശ്രീഭാഷ്യ ഗീതാഭാഷ്യ, നിംബാർഗയുടെ വേദാന്ത പരിജാത സൗരഭ, തുളസിദാസിന്റെ വിനയപത്രിക, കവിതാവലി, രാമചരിതമാനസം, സൂർദാസിന്റെ സുർ സാഗർ, സാഹിത്യരത്ന, സുർ സാരാവലി, കബീർദാസിന്റെ ബീജക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മീരാഭായിയുടെ ഗീതാ ഗോവിന്ദ ടീക്ക, രാഗാ ഗോവിന്ദ്, ജയദേവന്റെ ഗീതാ ഗോവിന്ദം. ഓക്കെ, ഇനി പോവാണ് തുക്കാറാമിന്റെ അഭംഗ, രാംദാസിന്റെ ദശ്ബോധ്, നർസി മെഹത്തയുടെ വൈഷ്ണവ ജനത്വം. ഇനി ഹിന്ദി ലിറ്ററേച്ചറിലുള്ള പ്രേംചന്ദിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സേവാ സദൻ, ഓൾറെഡി ചോദിച്ചതാണ്. രംഗഭൂമി ചോദിച്ചതാണ്. ഗോദാൻ ഗബാൻ ചോദിച്ചതാണ്. നിർമ്മല ചോദിച്ചിട്ടുള്ളതാണ്. കർമ്മഭൂമി, മാനസരോവർ, ഈദ്ഗാ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രേംചന്ദിന്റെ ഹിന്ദി ലിറ്ററേച്ചറിലാണ്. ഏതൊക്കെയാ? സേവാ സദൻ, രംഗഭൂമി, ഗോവർദ്ധൻ, നിർമ്മല, മാനസരോവർ, ഗബൻ, കർമ്മഭൂമി, ഈദ്ഗാ. ക്വസ്റ്റ്യൻസ് നോക്കാം. Who is the author of the book ഗീതാ ഗോവിന്ദം written during medieval India? ജയദേവനാണ്. കബീർദാസിന്റെ ബീജക്. തുളസിദാസിന്റെ ഏതാണ്? തുളസിദാസിന്റെ രാമചരിതമാനസാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ രത്നാവലി ഉണ്ട്. അതല്ലാതെ പിന്നെ ഒരെണ്ണം കൂടി ഉള്ളത് വിനയപത്രികയാണ്. ഓക്കെ, സോ വിനയപത്രിക, രത്നാവലി, രത്നാവലി അല്ല കേട്ടോ, രത്നാവലി ഹർഷവർദ്ധന്റെയാണ്. കവിതാവലി, വിനയപത്രിക, കവിതാവലി, അതുപോലെ രാമചരിതമാനസ്. മീരാഭായിയുടെ നമ്മൾ പറഞ്ഞതാണ് ഗീത് ഗോവിന്ദ ടീക്ക, അതുപോലെ രാഗ് ഗോവിന്ദ്. ഗോവിന്ദ് കൃഷ്ണനാണല്ലോ, അപ്പൊ കൃഷ്ണനെ പറ്റിയിട്ടുള്ളതാണ് പുള്ളിക്കാരി എഴുതിയിട്ടുള്ളത്. അപ്പൊ ഗോവിന്ദ് പേര് വരുന്നെല്ലാം പുള്ളിക്കാരിയുടെ ആണെന്ന് ഓർത്ത് വയ്ക്കുക. പക്ഷെ ഗീതാ ഗോവിന്ദം വളരെ ഫേമസ് ആണ്, ജയദേവന്റെയാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്ക് വാസ് റിട്ടൺ ബൈ മുൻഷി പ്രേംചന്ദ്? മുൻഷി പ്രേംചന്ദ് എഴുതിയിട്ടുള്ളത് ഏതാ? കാമയാനി നമ്മൾ പഠിച്ചിട്ടില്ല, യാമ പഠിച്ചിട്ടില്ല, ചിദംബര പഠിച്ചിട്ടില്ല. സോ ഇത് മൂന്നും അല്ല, പകരം ഏതാ? സേവാ സദനാണ്. ഓക്കെ, അടുത്തത് ഹൂ ഇസ് ദ ഓഥർ ഓഫ് ദ നോവൽ രംഗഭൂമി, ഗോധാൻ, ഗബാൻ ആൻഡ് വർദ്ധൻ? രംഗഭൂമിയും ഗോധാനും ഞാൻ പറഞ്ഞതാണ്. ആരെഴുതാണ്? മൈഥിലി ശരൺ ഗുപ്ത അല്ല, രാംധാരി സിംഗ് ദിൻകർ അല്ല, സുമിത്ര നന്ദ് പത്ത് അല്ല, മുൻഷി പ്രേംചന്ദ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് ചോദ്യങ്ങൾ മുൻഷി പ്രേംചന്ദ് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് നിർമ്മല വാസ് എ ഫിക്ഷണൽ ബുക്ക് റിട്ടൺ ബൈ ആരാ? കമലാദാസ് ആണോ, രവീന്ദ്രനാഥ് ടാഗോർ ആണോ, വൈക്കം മുഹമ്മദ് ബഷീർ ആണോ, മുൻഷി പ്രേംചന്ദ് ആണോ? കമലാദാസ് നമ്മുടെ കമല സുരയ്യാണ്. ഓക്കെ, പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന രവീന്ദ്രനാഥ് ടാഗോർ, നമ്മൾ ഈ ടെക് ക്ലാസ്സിന്റെ ലാസ്റ്റ് കാണും രവീന്ദ്രനാഥ് ടാഗോറിന്റെ. വൈക്കം മുഹമ്മദ് ബഷീർ നമ്മൾക്കറിയാം, മലയാളം പേരുകളാണ് പുള്ളി മെയിൻ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഇംഗ്ലീഷ് പേരുകളൊന്നും വലിയ കാര്യമായിട്ടാണ് എഴുതിയിട്ടില്ല പുള്ളി. സോ ഇത് രണ്ടും കട്ടി കളയാം. ആൻസർ മുൻഷി പ്രേംചന്ദ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് ഭക്തിയിൽ നിന്നുണ്ടായത്. സോ ഭക്തിയിൽ നിന്ന് എത്രയാണ് ഉണ്ടായത്? ഇനി നമുക്ക് മുഗൾസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. മുഗൾസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി എളുപ്പമാണ്. ബാബറിന്റെ ബാബർനാമ, തുസുക് ഇ ബാബറി, ഹുമയൂണിന്റെ ഹുമയൂൺ നാമ, അക്ബറിന്റെ എയ്ന അക്ബറി, പിന്നെ ഷാജഹാന്റെ പാദ്ഷാനാമ, ഔറംഗസീബിന്റെ ആലംഗീർ നാമ. ഔറംഗസീബിന്റെ മറ്റൊരു പേരായിരുന്നു ആലംഗീർ നാമ, ആലംഗീർ എന്ന് പറയുന്നത്. ഓക്കെ, ബാബർ സ്വന്തമായിട്ടാണ് എഴുതിയത് ബാബർ നാമ അല്ലെങ്കിൽ തുസുക് ഇ ബാബരി. ഇനി ഹുമയൂൺ സ്വന്തമായിട്ട് അല്ല എഴുതിയത്, അയാളുടെ ഹാഫ് സിസ്റ്റർ ആയിട്ടുള്ള ഗുൽബദം ബീഗമാണ് എഴുതിയത്. ഓക്കെ, അതുപോലെ ജഹാംഗീർ നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എഴുതാത്തത്. ജഹാംഗീർ സ്വന്തമായിട്ട് എഴുതിയതാണ് ഇത് ജഹാംഗീർ നാമ. ഞാൻ മുന്നേ പറഞ്ഞതാണ്, അവിടെ പിന്നെ ഇവിടെ എഴുതാത്തത്. ഏതാണ്? തുസുക് ഇ ജഹാംഗീർ. മുന്നേ പറഞ്ഞതാണ്, ബുക്സ് ബൈ കിങ്സിൽ പറഞ്ഞതാണ്. ഇനി ഐനെ അക്ബറി, അക്ബറിന്റെ ഏതാണ്? ഓട്ടോബയോഗ്രഫിയാണ്. അത് എഴുതിയത് അബു ഫസലാണ്. ഓക്കെ, ഇത് ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അബു ഫസലാണ്. അബു ഫസൽ എവിടെയായിരുന്നു? അക്ബറിന്റെ കോർട്ടിലെ നവരത്നങ്ങൾ ഉണ്ടായി, അതിലെ ആളാണ് തോടാർമൽ, ബീർബൽ, അബു ഫസൽ. അതെല്ലാം അക്ബറിന്റെ സദസ്സിലെ നവരത്നാസ് എന്ന് വിളിക്കും, അതിൽ പെട്ടവരാണ്.
നോക്കി അതിൽ തോടാർമൽ ഉണ്ട്, മാൻസിംഗ് ഉണ്ട്, ബീർബൽ ഉണ്ട്. ബീർബലിന്റെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബീർബൽ ഉണ്ട്, അതുപോലെ ഐനെ അക്ബർ എഴുതിയിട്ടുള്ള അബു ഫസൽ ഉണ്ട്. സോ ഇതിൽ പഠിക്കാനുള്ളത് അടുത്തത് അബ്ദുൽ ഹമീദ് ലാഹോരി ഷാജഹാന്റെ ഓട്ടോബയോഗ്രഫി എഴുതിയാണ് പാദ്ഷാനാമ. ഏതാ? ബാദ്ഷാ നാമ എന്ന് പറഞ്ഞ പോലെ പാദ്ഷാനാമ. അലംഗീർ നാമ എഴുതിയത് മിർസ മുഹമ്മദ് കാസിം ഔറംഗസീബിന്റെ. ഓക്കെ, സോ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ബാബർ നാമ എഴുതിയത് ബാബർ തന്നെയാണ്, സീനില്ല. ഹുമയൂൺ നാമ എഴുതിയത് ഹുമയൂണിന്റെ ഹാഫ് സിസ്റ്റർ ആയിട്ടുള്ള ആരാ? ഗുൽബദൻ ബീഗമാണ്. ഐനെ അക്ബർ എഴുതിയത് അബു ഫസലാണ്, അക്ബറിനെ പറ്റിയിട്ടുള്ളത്. പാദ്ഷാ നാമ എഴുതിയത് അബ്ദുൽ ഹമീദ് ലാഹോരിയാണ്, ഷാജഹാനെ പറ്റിയിട്ടുള്ളത്. അലംഗീർ നാമ എഴുതിയത് മിർസ മുഹമ്മദ് കാസിമാണ്, ഔറംഗസീബിനെ പറ്റിയുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. മുഗൾസിന്റെ ഏതാണ്? ഓട്ടോബയോഗ്രഫികൾ. ഓക്കെ, ബേസിക്കലി നാമ എന്നുള്ളതാണ് വരാറ്, നാമാസാണ് വരാറ്. ബാബറിന്റെ ബാബർ നാമ, ഹുമയൂൺ നാമ, പാദ്ഷാ നാമ, അലംഗീർ നാമ, ജഹാംഗീർ നാമ, അങ്ങനെയൊക്കെ വരാറ്. ഐനെ അക്ബറി, അക്ബറിന്റെ മാത്രമാണ് ഐൻ ഐ അക്ബറി എന്നുള്ളത്. വേറൊരാളാണ് എഴുതിയത്, ആരാ? അബു ഫസൽ. ഓക്കെ, ഹുമയൂൺ നാമ വാസ് റിട്ടൺ ബൈ ആര്? ഗുൽബദൻ ബീഗം. ബാബറിന്റെ ബാബർ നാമ എഴുതി, അക്ബറിന്റെ അബു ഫസൽ എഴുതി. എന്ത്? ഐൻ ഐ അക്ബരി. ഓക്കെ, നൂർജഹാൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരാണ്? നൂർജഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജഹാംഗീറിന്റെ 20ാമത്തെ വൈഫാണ്, 20ാമത്തെ ഭാര്യയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, പ്രത്യേകിച്ച് നമുക്ക് എഴുതിയതൊന്നും പഠിക്കാനില്ല. ഹുമയൂണിന്റെ ഹാഫ് സിസ്റ്റർ ആയിട്ടുള്ള ഗുൽബദൻ ബീഗമാണ് ഹുമയൂൺ നാമ എഴുതിയത്, ഓർത്ത് വയ്ക്കുക. ബാബറും ജഹാംഗീറും സ്വന്തമായിട്ട് എഴുതി, അക്ബറിന്റെ അബു ഫസൽ എഴുതി, ഗുൽബദൻ ബീഗം ആരുടെ എഴുതി? ഹുമയൂണിന്റെ എഴുതി. പിന്നെ കാസിം എന്തെങ്കിലും ഓർത്ത് വയ്ക്കുക. മിർസ മുഹമ്മദ് കാസിം ആരുടെ എഴുതുന്നു? അലംഗീർ നാമ എഴുതുന്നു. പിന്നെ നമുക്കുള്ളത് ലാഹോരി എന്തെഴുതുന്നു? ഷാജഹാന്റെ എഴുതുന്നു, പാദ്ഷാ നാമ. ഓക്കെ, ഹു റോട്ട് ഐനെ അക്ബരി? ഇറ്റ് ഈസ് എ 16th century detailed documentation of recording of administration of Mughal empire അക്ബർ. ആരാ? മുല്ല ഷാ അല്ല, അബ്ദുർ റഹീം അല്ല, ഹാജി ഇബ്രാഹിം അല്ല, പിന്നെ ആരാ? അബു ഫസൽ. ഓക്കെ, കണ്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വയ്ക്കുക. മുന്നോട്ട് പോയാൽ ബാക്കി മിഡീവൽ ഇന്ത്യയിലെ ബുക്കുകൾ ഏതൊക്കെയാ? മേജർ ആയിട്ടുള്ള കുറച്ച് ട്രാവൽസ് ഇന്ത്യയിൽ വന്നു പോയിട്ടുണ്ട്. മഹ്മൂദ് ഓഫ് ഗസ്നി അല്ലെങ്കിൽ മുഹമ്മദ് ഗസ്നിയുടെ സമയത്ത് അൽബറൂണി വന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്ത് ഇബ്നു ബത്തൂത്ത വന്നു. കൃഷ്ണദേവരായരുടെ സദസ്സില് നവരത്നാസ് എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ത്? അഷ്ടദിഗ്ഗജ. ഓക്കെ, അഷ്ടദിഗ്ഗജാസ്. നമ്മൾ നവരത്നാസ്, വിക്രമാദിത്യന്റെ സദസ്സിൽ നവരത്നാസ് പോലെ, അക്ബറിന്റെ സദസ്സിൽ നവരത്നാസ് പോലെ കൃഷ്ണദേവരായയുടെ സദസ്സിലുണ്ടായി അഷ്ടദിഗ്ഗജാസ്. അതിൽപ്പെട്ട ഒരാളാണ് അത് അലസനി പെഡണ്ണ. ഓക്കെ, അതുപോലെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്തും അങ്ങനെ ഒരുപാട് തുഗ്ലക്മാരുടെ സമയത്തുള്ള ആളാണ് ഈ അമീർ ഖുസ്രു. ഓക്കെ, പിന്നെ മുഹമ്മദ് ജയസി, അടുത്തത് ഫിർദൌസി. അതിനകത്ത് ഇബ്നു ബത്തൂത്തയും അതുപോലെ അൽബറൂണിയും ട്രാവലേഴ്സ് ആണ്, ഇന്ത്യയിലേക്ക് വന്നതാണ് ആ സമയത്ത്. സോ ഇബ്നു ബത്തൂത്തയുടെ അൽബറൂണിയുടെ ഏറ്റവും മേജർ ബുക്കാണ് ഏത്? കിതാബുൽ ഹിന്ദും തക്കീഖ് ഐ ഹിന്ദും. ഓൾറെഡി പ്രീവിയസ് ചോദിച്ചതാണ്. കിതാബുൽ ഹിന്ദും തക്കീഖ് ഐ ഹിന്ദും. ഇബ്നു ബത്തൂത്തയുടെ ഏറ്റവും മേജർ ബുക്കാണ് റിഹ്ല. ഓക്കെ, അൽബറൂണി വന്നത് ആരുടെ സമയത്താ? മഹ്മൂദ് ഓഫ് ഗസ്നിയുടെ സമയത്താ. മിഡീവലിലെ മഹ്മൂദ് ഓഫ് ഗസ്നിയുടെ സമയത്താണ് വന്നത്. അതുപോലെ ഇബ്നു ബത്തൂത്ത വന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്താണ്. ഇനി അലസനി പെഡണ്ണ കൃഷ്ണദേവരായ മനുചരിതം എഴുതിയ ആളാണ്. കൃഷ്ണദേവരായയുടെ അഷ്ടദിഗ്ഗജയിൽപ്പെട്ടതാണ്. ഏതാണ്? മനുചരിതം എഴുതിയ ആളാണ്. തുഗ്ലക് നാമ എഴുതിയത് ആരാണെന്നൊരു ചോദ്യം വരാം. തുഗ്ലക് നാമ എഴുതിയത് ആ സമയത്ത് ഏറ്റവും ഫേമസ് ആയിരുന്ന സൂഫി സെയിന്റ് ആയിട്ടുള്ള അമീർ ഖുസ്രു ആണ്. ഓക്കെ, അമീർ ഖുസ്രു വളരെ ഫേമസ് ആണ്. നമ്മുടെ അജ്മീറിലാണ് പുള്ളിയുടെ ദർഗ വരുന്നത്. അവിടെയുള്ള മറ്റേ മുഹൈനുദ്ദീൻ ചിസ്തി, ഖ്വാജ മുഹൈനുദ്ദീൻ ചിസ്തിയുടെ ഒരു എന്തായിരുന്നു? പുള്ളിയുടെ ഗുരു ആയിരുന്നു. അതായത് അമീർ ഖുസ്രുവിന്റെ ഗുരു ആയിരുന്നു അജ്മീറിലുള്ള ഖ്വാജ മുഹൈനുദ്ദീൻ ചിസ്തി. സൂഫിസത്തിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയായിരിക്കും. ബേസിക്കലി ഓർത്തു വയ്ക്കുക, തുഗ്ലക് നാമ ബുക്കിന്റെ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ, ബുക്സ് ആൻഡ് ഓതേഴ്സിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ തുഗ്ലക് നാമ എഴുതിയത് അമീർ ഖുസ്രു ആണ്. പുള്ളിയുടെ ഒരുപാട് സോങ്സ് എഴുതിയിട്ടുണ്ട്, ഒരുപാട് എന്താ പറയാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള മനുഷ്യനായിരുന്നു ആര്? അമീർ ഖുസ്രു. ഓർത്തു വയ്ക്കുക, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്ത്. ഇനി പത്മാവത് നമ്മൾ വിജയിക്കുന്ന ദീപിക പദക്കോണും രൺവീർ സിംഗും അതുപോലെ നമ്മുടെ ഷാഹിദ് കപൂർ ഒക്കെ ആക്ട് ചെയ്തിട്ടുള്ള സിനിമ ശരിക്കും ഒരു നോവലായിരുന്നു, പഴയ നോവല്.
സഞ്ജയ് ലീല ബൻസാലി ഡയറക്ട് ചെയ്ത പത്മാവത് ശരിക്കും എന്തായിരുന്നു? ഒരു നോവലായിരുന്നു, ഒരു ഹിസ്റ്റോറിക് നോവലിനെ ബന്ധപ്പെട്ടുള്ളതാണ് ഇത്. മുഹമ്മദ് ജയസി എഴുതിയിട്ടുള്ള പത്മാവത്. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഷാനാമ എഴുതിയത് ഫിർദൌസിയാണ്. ആരുടെ കഥ? മഹമൂദ് ഓഫ് ഗസ്നിയുടെ കഥ. ഓക്കെ, മഹമൂദ് ഓഫ് ഗസ്നിയുടെ കഥ ഫിർദൌസി എഴുതിയത് ഷാനാമ. മിഡീവൽ ഇത്രയേ ഉള്ളൂ. ആ മുഗൾസിന്റെയും ഇത് രണ്ടെണ്ണം ഓർത്ത് വെച്ചാൽ മിഡീവലിൽ മെയിൻ ആയിട്ട്. അൽബിറൂണിയും അൽബിൻ ബത്തൂത്തയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ രണ്ട് ട്രാവലേഴ്സ് ആണ്. ആ ട്രാവലേഴ്സിന്റെ ബുക്കിൽ നിന്നാണ് നമുക്ക് മിഡീവൽ ഹിസ്റ്ററി മെയിൻ ആയിട്ട് മനസ്സിലായി തന്നെ. ഓക്കെ, കിതാബ് ഹിന്ദ്, തക്കികൈ ഹിന്ദ്, ഇബ്നു ബത്തൂത്തയുടെ റിഹില. മനുചരിതം അലസനി പെട്ടന്നയുടെയാണ്. അത് മാത്രമേ ഒരു വെറൈറ്റി ഉള്ളൂ കൃഷ്ണദേവരായരുടെ. പിന്നെ തുഗ്ലക് നാമ ആരുടെ? അമീർ ഖുസ്രു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്ത് ഫിർദൌസി ഷാനാമ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുണ്ട്. തുഗ്ലക് നാമയുണ്ട്, ഷാനാമയുണ്ട്, മുഹമ്മദ് ബിൻ ഗസ്നിയുടെ. ഓക്കെ, പത്മാവ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഓർത്തു വയ്ക്കാം, മുഹമ്മദ് ജയസി ആണ് എഴുതിയത്. ഓക്കെ, കിതാബുൽ ഹിന്ദ് ആരുടെയാണ്? ബർബോസയുടെ ആണോ? അല്ല. റീസിന്റെ ആണോ? അല്ല. ഇബ്നു ബത്തൂത്തയുടെ ആണോ? അല്ല. അൽബിറൂണിയുടെയാണ്. ആരുടെയാണ്? അൽബിറൂണിയാണ്. ഇബ്നു ബത്തൂത്തയുടെ നമ്മൾ പഠിച്ചു, റിഹില. ഓക്കെ, അടുത്തത് തക്കിക ഹിന്ദ് ആരുടെയാ? മെഗസ്തനീസിന്റെ ഇൻഡിക്ക. മെഗസ്തനീസ് മൗര്യന്റെ സമയത്ത് വന്ന ആളാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ സമയത്ത് വന്ന ട്രാവലറാണ് മെഗസ്തനീസ്. അൽ മസൂദി അല്ല. ഇബ്നു ബത്തൂത്ത വീണ്ടും റിഹിലയാണ്. ഇബ്നു ബത്തൂത്ത ഏതാ? റിഹിലയാണ്. പിന്നെ അൽബിറൂണിയാണ് ഉത്തരം. ഓക്കെ, പത്മാവത് എഴുതാരാ? മാലിക് മുഹമ്മദ് ജയ്സി ആണ്. ഗുൽബദം ബീഗമാണോ? അല്ല. അബു ഫസലാണോ? അല്ല. ഫിർദൌസി ആണോ? അല്ല. സോ ഓരോരുത്തർ ഏതാ എഴുതിയേ? പുള്ളിക്കാരൻ പത്മാവത് എഴുതി. ഇനി ഗുൽബദം ബീഗം എഴുതിയതാ? ഹുമയൂൺ നാമ. അബു ഫസൽ എഴുതിയാരാ? ഐൻ ഐ അക്ബരി, അക്ബറിന്റെ ജീവചരിത്രം. ഫിർദൌസി എഴുതിയത് ഷാഹ്നാമ. ഷാഹ്നാമ ആരുടെ നമ്മൾ പറഞ്ഞു? മഹമൂദ് ഓഫ് ഗസ്നിയുടെയാണ്, അല്ലെങ്കിൽ മുഹമ്മദ് ഗസ്നിയുടെയാണ് എഴുതിയത്. ഓക്കെ, നമ്മളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് അതിനകത്ത് അല്ലേ? സോ നമ്മൾ ബുക്സ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ പഠിച്ചു, ബുക്സ് ഓഫ് കിങ്സ് പഠിച്ചു, സയൻസുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകൾ പഠിച്ചു, ഭക്തി, മുഗൾസ്, മിഡീവൽ പഠിച്ചു. ഇനി നമുക്ക് നേരെ സംഘത്തിലേക്ക് കിടക്കാം. സംഘകാല ചരിത്രം എന്താണ്? സംഘം എന്ന് പറഞ്ഞാൽ ഏകദേശം തമിഴ്നാടിന്റെ ആ സൈഡില് തമിഴുമായിട്ട് ബന്ധപ്പെട്ട്, തമിഴ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു കൾച്ചറാണ്, ഒരു മൂവ്മെന്റ് ആണ് ഇത് സംഘം. എന്താ? അക്കോർഡിംഗ് ടു തമിഴ് ലെജൻഡ്സ് 3 സംഘം അസംബ്ലീസ്, മുച്ചംഘം എന്ന് വിളിക്കുന്ന 3 അസംബ്ലികൾ നടന്നിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിസ്റ്റ് കൗൺസിൽ പറഞ്ഞ പോലെ 3 സമയത്ത് 3 എന്ത് നടന്നിട്ടുണ്ട്? സംഘം നടന്നിട്ടുണ്ട്. നിങ്ങൾ സമ്പത്തിന്റെ ക്ലാസ് കണ്ടവർക്ക് അറിയാം. സംഘത്തിന്റെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. അത് കണ്ടവർക്ക് അറിയാം. ഫസ്റ്റ് സംഘം എന്ന് പറയുന്നത് മധുരയിൽ വെച്ചിട്ടാണ് അഗസ്ത്യ മുനി പ്രിസൈഡ് ചെയ്തതാണ്. ഗോഡ്സ് ആൻഡ് ലെജൻഡറി സേജസ് പ്രിസൈഡഡ് ബൈ അഗസ്ത്യ മുനി, അല്ലെ അഗസ്ത്യാർ എന്ന് തമിഴ്നാട്ടാണ് വിളിക്കുന്നത്. നമ്മുടെ അഗസ്ത്യ മുനി. അന്നത്തെ മേജർ വർക്ക്സ് ഒന്നും സർവൈവിംഗ് അല്ല. ആ സമയത്ത് സെക്കൻഡ് സംഘം ഏതാ? കപടപുരത്ത് നടന്ന സെക്കൻഡ് സംഘം തോൽക്കപ്പിയാർ എന്ന് വിളിക്കുന്ന ഒരാളാണ് എന്ത് ചെയ്ത് പ്രിസൈഡ് ചെയ്തത്? തോൽക്കപ്പിയാർ. സോ തോൽക്കപ്പിയാർ എഴുതിയ ബുക്ക് തോൽക്കാപ്പിയം സെക്കൻഡ് സംഘത്തിൽ ഉണ്ടായതാണ്. തേർഡ് സംഘത്തില് മധുരയിൽ വെച്ച് നടന്നതാണ്. അത് പ്രിസൈഡ് ബൈ നക്കീരാർ. ഏതാണ് നക്കിരാർ? അവിടെ 8 തുകയും 10 പാട്ടും 8 ആന്തോളജീസും 10 ഇഡിൽസും. സോ 8 തുകയും 10 പാട്ടുമാണ് അവിടെ വെച്ചുണ്ടായത്. നമുക്ക് നോക്കാം മേജർ ആയിട്ടുള്ള സംഘം ലിറ്ററേച്ചർ അല്ലെങ്കിൽ തമിഴ് ലിറ്ററേച്ചർ. തോൽക്കപ്പിയാർ എന്താ മെയിൻ ആയിട്ട്? ഏർലി തമിഴ് ടെസ്റ്റ് ഓൺ ഗ്രാമർ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. ഏർലി തമിഴ് ബുക്ക് ഓൺ ഗ്രാമർ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. 8 തുകൈ ഒരുപാട് പേര് കൂടി എഴുതിയാണ്. 8 തുകയും 10 പാട്ടും എന്താണ്? വാർഫെയർ, പൊളിറ്റിക്, മൊറാലിറ്റി, ഓക്കെ, അതൊക്കെ ഉള്ളതാണ്. 10 പാട്ട് കരികാല ചോളന്റെ അച്ചീവ്മെന്റ്സ് പറഞ്ഞുകൊണ്ടുള്ളതാണ് 10 പാട്ട്. സോ ഇത് രണ്ടും പൊതുവെ ചോദിച്ചു കാണാറില്ല. കാര്യം കറക്റ്റ് ആളുടെ പേരില്ലല്ലോ. ഇത് 3ഉം കറക്റ്റ് ആളുടെ പേരില്ല. 18 കീഴ്ക്കണക്ക് എന്ന് പറഞ്ഞാൽ എത്തിക്കിന്റെ ടെക്സ്റ്റുകളാണ്. ഓക്കെ, തിരുക്കുറൽ ബൈ തിരുവള്ളുവർ അതിനകത്ത് ഏറ്റവും മെയിൻ ആണ്. ഓക്കെ, തിരുക്കുറൽ എന്ന് വിളിക്കുന്ന സാധനം എഴുതാരാ? തിരുക്കുറൽ. തമിഴിലെ ഏറ്റവും ഫേമസ് ബുക്കിൽപ്പെട്ടതാണ്. ആരാണ്? തിരുവള്ളുവർ. പുലർന്ന ദേശം എന്ത് എന്നൊക്കെ ചോദിക്കാനായിട്ടല്ലേ നമ്മുടെ 96 പറയുന്നുണ്ട്. 96 സിനിമയിൽ പറയുന്നുണ്ട്. പിന്നെ വിജയ് എന്താണ് പോലീസായിട്ടൊരു സിനിമ ഉണ്ടല്ലോ, അതിൽ പറയും തെരി. അതിലൊക്കെ മറ്റേ ഈ പുള്ളി പോയി എന്താണ് കുറെ ഗുണ്ടകളെ തല്ലിക്കൊണ്ട് പറയുന്നുണ്ട് തിരുവള്ളുവർ പുറത്ത ദേശം ഏത് എന്നൊക്കെ ചോദിക്കുന്നത്. തിരുവള്ളുവർ ഭയങ്കര ഫേമസ് ആണ്. തിരുക്കുറൽ എഴുതിയ ആളാണ്.
അവരുടെ കുറെ ലോസും മോറൽ വാല്യൂസ് ഒക്കെ വിളിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഗീതാഞ്ജലി പോലത്തെ ഒരു ബുക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ബൈബിൾ പോലത്തെ ഒരു ബുക്കാണ് ഏത്, ഈ തിരുക്കുറൽ. ഓക്കെ, മൊറാലിറ്റീനെയും എത്തിക്സിനെയൊക്കെ പറ്റി പറയുന്ന ഒരു ബുക്കാണ്. ഓക്കെ, സോ ഇത് മൂന്നും അങ്ങനെ ചോദിച്ചു കാണാറില്ല പൊതുവെ. ചോദിക്കുന്ന ഏതാ, തോൽക്കപ്പിയം എഴുതി തോൽക്കപ്പിയാർ, ഗ്രാമറിനെ പറ്റിയിട്ടുള്ളതാണ്. അഷ്ടാധ്യായി, പാണ്ഡ്യയുടെ അഷ്ടാധ്യായി പോലെ തമിഴ് ഗ്രാമറിനെ പറ്റിയിട്ടുള്ളതാണ് ഏത്, തോൽക്കപ്പിയം. ഇനി ഇളങ്കോ അടികള് സിലപ്പതികാരം എഴുതി. എന്താണ് സിലപ്പതികാരം? നമ്മുടെ കോവലന്റെയും കണ്ണകിയുടെയും കഥ. കോവലന്റെയും കണ്ണകിയുടെയും കഥ, മറ്റേ ചിലങ്ക എറിഞ്ഞു കൊടുത്ത കഥ, കോവലനെ അവരെ രാജാവ് കൊല്ലുന്ന കഥ, എന്നിട്ട് കണ്ണകി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, തപസ്സിരിക്കുന്ന കഥ. ആ കഥയാണ് സിലപ്പതികാരം. സിലപ്പതികാരം എഴുതി ഇളങ്കോ അടികളാണ്. മണിമേഖല എഴുതിയത് സിറ്റലെ സട്ടനാറാണ്. ഓക്കെ, സോ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ്, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ്. ഏതൊക്കെയാണ്? സോ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിലപ്പതികാരം, ഇളങ്കോ അടികൾ, മണിമേഖല, സിട്ടലെ സട്ടനാർ, തോൽക്കാപ്പിയം, തോൽക്കാപ്പിയാർ, അതുപോലെ തിരുക്കുറൽ, തിരുവള്ളുവർ. ഈ 4 സാധനം പഠിക്കുക. സംഘത്തിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന 4 സാധനമാണ്. തോൽക്കപ്പിയം, തോൽക്കപ്പിയാർ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തിരുക്കുറൽ ബൈ തിരുവള്ളുവർ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇളങ്കോ അടികൾ ഏതെഴുതി, സിലപ്പതികാരം എഴുതി, കണ്ണകിയുടെയും കോവലന്റെയും കഥ. ഇനി മണിമേഖല എന്ന് പറയുന്നത് എന്താ, ഒരു ബുദ്ധിസ്റ്റ് നണ്ണിന്റെ കഥയാണ്. ഹൈലൈറ്റ്സ് ദ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ്. സിട്ടലെ സട്ടനാർ എഴുതിയതാണ് മണിമേഖല. ഓക്കെ, സോ മണിമേഖല എഴുതിയത് ആരാണ്? നമുക്ക് നോക്കാം. ഇളങ്കോ അടികൾ എഴുതിയത് എന്താണ്? ഇളങ്കോ അടികൾ എഴുതിയത് സിലപ്പതികാരമാണ്. സിലമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ചിലങ്ക. സിലപ്പതികാരം ചിലങ്ക വെച്ചിട്ടുള്ള ഒരു കഥയാണ് കണ്ണകിയുടെയും കോവലന്റെയും. സിലപ്പതികാരം. ഓക്കെ, നാത്തകുത്തനാർ നമുക്ക് പഠിക്കാനില്ല. പിന്നെ സട്ടനാർ, സിട്ടലെ സട്ടനാർ എഴുതിയതാ മണിമേഖലൈ. ഓക്കെ, സോ ഇളങ്കോ അടികളും സിട്ടലെ സട്ടനാറിനെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. അത് 4 ചോദിക്കുള്ളൂ. ഇതാണ് നമ്മുടെ NCERT-യിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നത്. ഓക്കെ, മുന്നോട്ട് പോയാൽ ശിലപ്പതികാരം, മണിമേഖല വേർ റിട്ടൺ ഇൻ ഡാഷ് ലാംഗ്വേജ്. ഏതാണ്? സംഘം ലിറ്ററേച്ചറിൽ പെട്ടവരാണത്. സംഘം ലിറ്ററേച്ചർ ഏതാ ലാംഗ്വേജ്? തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ തമിഴ് ലാംഗ്വേജിൽ പെട്ടാണ് ഇത് സംഘം എന്ന് വിളിക്കുന്നത്. ഓക്കെ, പാലി ബുദ്ധിസത്തിന്റെ ലാംഗ്വേജ് ആണ്. പാലി മേജറായിട്ട് ബുദ്ധിസം എഴുതി കാണുന്ന ലാംഗ്വേജ് ആണ് ഈ പാലി. പാലി അല്ല, പൈശാച്ചി അല്ല, സാൻസ്ക്രിറ്റ് എല്ലാം ഏൻഷ്യന്റ് ബുക്കാണ്. സാൻസ്ക്രിറ്റ്. ഇവിടുത്തെ ആൻസർ തമിഴാണ്. ഓക്കെ, അടുത്തത് തിരുക്കുറൽ എഴുതിയതാരാ? കണ്ട, വീണ്ടും കാളിദാസൻ. കാളിദാസൻ എഴുതിയിട്ടില്ല. കബീർദാസിന്റെ ഒരു ബുക്ക് നമ്മൾ പഠിച്ചു, ബീജക്. മീരാബായിയുടെ ബുക്ക് ഏതാ? മീരാബായിക്ക് ഏതാ ബുക്കുള്ള? മീരാബായിയുടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബുക്ക് ഗീതാ ഗോവിന്ദ് ടീക്ക, പിന്നെ രാഗ് ഗോവിന്ദ്. കണ്ടോ, നമ്മൾ മിക്കവാറും എല്ലാം പഠിച്ചു പോയതല്ല. NTPC ചോദിച്ച ചോദ്യമാണ്, എല്ലാം പഠിച്ചു പോയത്. തിരുവള്ളവരാണ് തിരുക്കുറൽ എഴുതിയത്. സോ നമുക്ക് എല്ലാം അറിയാവുന്ന ഓപ്ഷൻസ് ഇതിനകത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ സംഘം ലിറ്ററേച്ചർ വരെ അവസാനിപ്പിച്ചു. ഇനി നമുക്ക് മോഡേൺ ആണ് നോക്കാനുള്ളത്. ഓക്കെ, സംഘം ലിറ്ററേച്ചർ നമ്മൾ അവസാനിപ്പിച്ചു വെച്ചു. നമുക്ക് മോഡേണിലേക്ക് പയ്യെ കിടക്കാം അല്ലെ. എന്താണ് മോഡേണിൽ ആദ്യം നോക്കാനുള്ളത്? മോഡേണിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ഓട്ടോബയോഗ്രഫികളാണ്. സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നതാണ്. ജവഹർലാൽ നെഹ്റു ആൻഡ് ഓട്ടോബയോഗ്രഫി. ആരെഴുതാ? ജവഹർലാൽ നെഹ്റു എഴുതാണ്. MK ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത്, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങള്. ഗാന്ധിജിയുടെ രാജേന്ദ്ര പ്രസാദിന്റെ ആത്മകഥ. APJ അബ്ദുൽ കലാമിന്റേതാ വിങ്സ് ഓഫ് ഫയർ. ഓക്കെ, പരമഹംസ യോഗാനന്ദയുടെ ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ യോഗി. ഓക്കെ, ഇത്രയും മേജർ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആണ്. പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ എന്താ, എത്തിക്സും മോറൽസും എല്ലാം പറയുന്ന ആൾക്കാരാണ്. ഇനി സ്പോർട്സിൽ ചോദിക്കാറുള്ളത് മിൽഖ സിംഗ്, ദ റേസ് ഓഫ് മൈ ലൈഫ്. കപിൽ ദേവ്, സ്ട്രെയിറ്റ് ഫ്രം മൈ ഹേർട്ട്. സ്ട്രെയിറ്റ് ഡ്രൈവ് ആണ് ഓർത്ത് വയ്ക്കുക. കപിൽ ദേവിന്റെ സ്ട്രെയിറ്റ് ഡ്രൈവ് ആണ്, സ്ട്രെയിറ്റ് ഫ്രം മൈ ഹേർട്ട്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പ്ലേയിങ് ഇറ്റ് ഇൻ മൈ വേ, PYQ ചോദിച്ചതാണ്. യുവരാജ് സിംഗിന്റെ ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്, എന്റെ ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ. കാര്യം പുള്ളി ക്യാൻസർ ഒക്കെ വന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്. BR അംബേദ്കർ, വെയിറ്റിംഗ് ഫോർ എ വിസ. സത്യജിത് റേ, ജക്കാൻ ചോട്ടോ ചിലാം. ഇത് ബംഗാളി ആയതുകൊണ്ടായിരിക്കും അതുപോലെ ഇരിക്കുന്നത്. അഭിനവ് ബിന്ദ്രയുടെ എ ഷോർട്ട് ഓഫ് ഹിസ്റ്ററി. കാര്യം പുള്ളിയുടെ ഒരു ഷോർട്ടിലാണ് പുള്ളി ഒളിമ്പിക്സ് ഹിസ്റ്ററി ഉണ്ടാക്കിയത്. ഇന്ത്യക്ക് ആദ്യത്തെ ഗോൾഡ് ഉണ്ടാക്കി കൊടുത്തു. സോ ഷോർട്ട് ഓഫ് ഹിസ്റ്ററി. സുനിൽ ഗവാസ്കറിന്റെ സണ്ണി ഡേയ്സ്. കാര്യം സുനിൽ ഗവാസ്കറിനെ നമ്മൾ സണ്ണി എന്ന് വിളിച്ചോണ്ടിരുന്നത്.
ഓക്കെ, സുനിൽ ഗാവസ്കറിനെ സണ്ണി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. സണ്ണി ഡേയ്സ്. ഐ ടു ഹാഡ് എ ഡ്രീം, എനിക്കും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. വർഗീസ് കുര്യൻ. വർഗീസ് കുര്യൻ ആരാണ്? മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, വൈറ്റ് റവല്യൂഷന്റെ ആള്. ഓക്കെ, സോ വർഗീസ് കുര്യൻ മലയാളിയാണ്. ഗുജറാത്തിലെ അമൂൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഒക്കെ സ്ഥാപകനായിട്ട് വരും. ഓക്കെ, ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡക്ഷൻ വൈറ്റ് റവല്യൂഷന്റെ ഫാദർ ആണെന്ന് വിളിക്കുന്ന ആളാണ് വർഗീസ് കുര്യൻ. സോ പുള്ളിയുടെയാണ് ഐ ടു ഹാഡ് എ ഡ്രീം, എനിക്കും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് വെയിറ്റിംഗ് ഫോർ എ വിസ. ഇത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? അത് BR അംബേദ്കറിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ആൻഡ് ഓട്ടോബയോഗ്രഫിയാണ് ആരുടെ? ജവഹർലാൽ നെഹ്റുവിന്റെ. സത്യജിത്രയുടെ ഏതാണ്? നമ്മളോട് പറഞ്ഞു, ഏതാണ്? ജഗാൻ ചോട്ടോ ചിലാം, JCC എന്ന് പഠിച്ചു വയ്ക്കുക. ജഗാൻ ചോട്ടോ ചിലാം. ഇനി ഇന്ദിരാഗാന്ധിയുടെ ഏതാണ്? ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെ ഒരു ഓട്ടോബയോഗ്രഫി എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഓട്ടോ ബുക്ക് ഇല്ല. പക്ഷെ മൈ ട്രൂത്ത് എന്ന് പറഞ്ഞൊരു ബുക്ക് പുള്ളിക്കാരി എഴുതിയിട്ടുണ്ട്. പുള്ളിക്കാരി മൈ ട്രൂത്ത് എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി അതിനെ ഓട്ടോബയോഗ്രഫി ആയിട്ട് കാണാം. അല്ലാതെ പുള്ളിക്കാരിയുടെ ബയോഗ്രഫി എഴുതിയ ആളുടെ പേരാണ് പുപ്പുൽ ജയക്കർ. ഒരു സ്ത്രീയാണ് പുപ്പുൽ ജയക്കർ. പുള്ളിക്കാരാണ് ഇന്ദിരാഗാന്ധിയുടെ ഒരു ബയോഗ്രഫി എഴുതിയിട്ടുള്ള ആൾ. ഓട്ടോബയോഗ്രഫി എന്ന് വിളിക്കാൻ പറ്റുന്ന പുള്ളിക്കാരി ആകെ എഴുതിയിട്ടുള്ളത് മൈ ട്രൂത്ത് ആണ്. പിന്നെ അംബേദ്കർ എഴുതിയിട്ടുള്ള വെയിറ്റിംഗ് ഫോർ വിസ. ഓക്കെ, ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ആരുടെയാണ്? യുവരാജ് സിംഗിന്റെയാണ്. ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് യുവരാജ് സിംഗിന്റെയാണ്. കപിൽ ദേവിന്റെ സ്ട്രേറ്റ് ഫ്രം മൈ ഹേർട്ട്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഏതാണ്? പ്ലേ ഇറ്റ് മൈ വേ. ഓക്കെ, പ്ലേയിങ് ഇറ്റ് മൈ വേ. ഓക്കെ, ഇനി സൈന നെഹ്വാളിന്റെ ഏതാ? നിങ്ങൾ നോക്കി വെക്കുക. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സൈന അങ്ങനെ ഓപ്ഷൻസ് വരുന്നവരൊക്കെ നോക്കി വെക്കുക. അല്ലാതെ ഇന്ത്യയിലുള്ള എല്ലാവരും പഠിച്ചു വെക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. മെയിൻ ആയിട്ടുള്ളവർ പഠിച്ചു വെക്കുക. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓപ്ഷൻസ് ഉള്ളത് നോക്കി പഠിക്കുക. സൈന നെഹ്വാളിന്റെ പേരാണ്, ഓട്ടോബയോഗ്രഫി പേരാണ് പ്ലേയിങ് ടു വിൻ. പ്ലേയിങ് ടു വിൻ ആണ് ആരുടെ? സൈന നെഹ്വാളിന്റെ ഓട്ടോബയോഗ്രഫി. ഓക്കെ, മുന്നോട്ട് പോവാം. വിച്ച് പ്ലേസ് ഓട്ടോബയോഗ്രഫി ഈസ് നെയ്മഡ് പ്ലേയിങ് ഇറ്റ് മൈ വേ? ആരുടെ? സച്ചിൻ ടെണ്ടുൽക്കറിന്റെയാണ്. ഇനി കപിൽ ദേവൻ നമ്മൾ പറഞ്ഞു, ഏതാണ്? സ്ട്രേറ്റ് ഫ്രം മൈ ഹേർട്ട്. അടുത്തത് വിനോദ് കാംബ്ലിയുടെയും രാഹുൽ ദ്രാവിഡിന്റെയും. ഇതിൽ വിനോദ് കാംബ്ലിയുടെ ചോദിക്കാൻ തീരെ സാധ്യതയില്ല. രാഹുൽ ദ്രാവിഡിനെ വേണമെങ്കിൽ ചോദിക്കാം, അത് നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. രാഹുൽ ദ്രാവിഡിന്റെ ഏതാണ്? രാഹുൽ ഗാന്ധിന്റെ ബയോഗ്രഫിയാണ് നമുക്കുള്ളത്. ഓട്ടോബയോഗ്രഫി ഇല്ലെങ്കിൽ ഒരു ബയോഗ്രഫി ഉണ്ട്. എന്ത്? എ നൈസ് ഗൈ ഹു ഫിനിഷ്ഡ് ഫസ്റ്റ്. ഓക്കെ, എ നൈസ് ഗൈ ഹു ഫിനിഷ്ഡ് ഫസ്റ്റ് ആരുടെ ബയോഗ്രഫി ആണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെയാണ്. സോറി, രാഹുൽ ദ്രാവിഡിന്റെയാണ്. അത്രയും പഠിച്ചു വയ്ക്കുക. കൂടുതലൊന്നും പഠിക്കേണ്ട, ചോദിക്കാൻ സാധ്യതയില്ല. സച്ചിന്റെയും കപിൽ ദേവിന്റെ അറിയാമെങ്കിൽ ഓക്കെയാണ്. സ്ട്രേറ്റ് ഡ്രൈവും പ്ലേയിങ് ഇറ്റ് മൈ വേയും. രാഹുൽ ദ്രാവിഡിന്റെ എ നൈസ് ഗൈ ഹു ഫിനിഷ്ഡ് ഫസ്റ്റ്, അത് ബയോഗ്രഫിയാണ്, ഓട്ടോബയോഗ്രഫി അല്ല. നമ്മൾ മേജർ ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫീസ് കണ്ടു. ഇനി നമുക്കുള്ളത് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ വർക്കാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ്. ഈ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മോഡേൺ ഇന്ത്യയിലെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ വർക്കാണ്. ഇതിൽ പലതും നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടാവും? മോഡേണിന്റെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് നേരെ കടക്കാം. ഏതിലേക്കാണ്? നമുക്ക് നോക്കാം ഏതൊക്കെ ബുക്കുകളാണ് ഫ്രീഡം ഫൈറ്റേഴ്സ് മെയിൻ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, രാജാറാം മോഹൻ റോയ് എഴുതിയിട്ടുള്ള തുഹ്ഫത്തുൽ മുവദ്ദീൻ. ഒരു അറബി പേരായതുകൊണ്ട് രാജാറാം മോഹൻ റോയ് എഴുതില്ല എന്ന് വിചാരിക്കരുത്. ഒരു ചോദ്യം ഇടുന്ന ആളും, ഇപ്പൊ ഞാൻ ചോദ്യം ഇടാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇതിനകത്ത് ഇടാൻ പോകും തുഹ്ഫത്തുൽ മുവദ്ദീൻ. ഓ, ഇതൊരു അറബി പേരാണ്. രാജാറാം മോഹൻ റോയ് ഓപ്ഷനിൽ ഒരിക്കലും പിള്ളേർ എത്തൂല, പഠിക്കാത്തവൻ എത്തില്ല. സോ ആ കുരുക്കിൽ വീഴുന്നത് തൂഫത്തുൽ മുവദ്ദീനും മിറത്തുൽ അക്ബറും അറബി പേരാണെങ്കിലും എഴുതിയത് ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെർസെപ്റ്റ് ഓഫ് ജീസസ്, സംബാദ് കൗമുദി, ബംഗാൾ ഗസറ്റ്. സോ ഇത്രയും എഴുതിയിട്ടുള്ള ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. നിങ്ങൾ മോഡലിൽ പഠിച്ചിട്ടുണ്ടാവും കുറെ കാര്യങ്ങൾ, എന്നാലും ഒന്ന് റിവൈസ് ചെയ്തോളാം. ദേബേന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ളത് ഒരു ജേണലാണ്, അല്ലെങ്കിൽ ഒരു വാരികയാണ്, തത്വബോധിനി പത്രിക. അത് ആരുടെ പേരിലുള്ളതാണ്? ദേബേന്ദ്രനാഥ് ടാഗോർ. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ പേരില് സോം പ്രകാശ്. ഓക്കെ, ദാദാബായ് നവറോജി, റസ്ത് ഗോഫ്താർ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ദ വാണ്ട്സ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ. ഓക്കെ, സോ ഇത് മൂന്നും മേജർ ആയിട്ട് റിനൈസൻസിന്റെ സമയത്ത് തുടക്കത്തിൽ, നമ്മുടെ ഫ്രീഡം ഫൈറ്റിങ്ങിന്റെ തുടക്കത്തിലുള്ള മേജർ ആയിട്ടുള്ള ബുക്കുകളാണ്. അതില് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നതാണ് ഏത്? തൂഫത്തുൽ മുവദ്ദീൻ. ഓക്കെ, തൂഫത്തുൽ മുവദ്ദീൻ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നതാണ്. റസ്ത് ഗോഫ്താറും പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ എക്കണോമിക് സ്ഥിതിനെ വലിച്ചു കാട്ടിക്കൊണ്ട് ആര്? നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ എക്കണോമിനെ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോവാണ്. ഓക്കെ, ഡ്രെയിൻ ഓഫ് വെൽത്ത്. എന്താണ് പുള്ളി അതിന് വിളിക്കുന്നത്?
ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്ന് വിളിക്കുന്നത്. ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി. ഈ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി, ബ്രിട്ടീഷുകാർ നമ്മുടെ വെൽത്ത്, ഇന്ത്യയുടെ വെൽത്ത് മൊത്തം വലിച്ചു ഊറ്റിക്കൊണ്ട് യൂറോപ്പിലേക്ക് കൊണ്ടുപോവാണ്, ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവാണെന്ന് പറഞ്ഞ ആളാണ് ആര്? ആ പറഞ്ഞ ബുക്കാണ് ഈ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. സോ അത് അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് നിർബന്ധമായിട്ട് പഠിക്കണ്ടേ? സോ ദാദാഭായ് നവറോജി ആണ് ആദ്യത്തെ എക്കണോമിക് ക്രിട്ടിക്സിൽ പെട്ട ആളാണ്. ഓക്കെ, ദാദാഭായ് നവറോജിയുടെ പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ദ വാണ്ട്സ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ. ഓക്കെ, പിന്നെ തത്വബോധിനി സഭ ഉണ്ടാക്കിയ ആളാണ് ദേവേന്ദ്രനാഥ് ടാഗോർ. ആ തത്വബോധിനി സഭയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി എഴുതിയ ഒരു ജേണലാണ്, അല്ലെങ്കിൽ പുള്ളി സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു വാരികയാണ് എന്ത്? തത്വബോധിനി പത്രിക. ഓക്കെ, അതുപോലെ സോം പ്രകാശും ആരെഴുതിയാണ്? ഈശ്വര വിദ്യാസാഗർ എഴുതിയതാണ്. ഇനി മാഡം ഡിക്കാച്ചി കാമ എഴുതിയ വന്ദേ മാതരം. വന്ദേ എന്ന് പറയാൻ കാരണം എന്താ? അത് ബംഗാളി ആയതുകൊണ്ടാ വന്ദേ മാതരം. ഓക്കെ, അടുത്തത് മദൻ മോഹൻ മാളവിയുടെ ലീഡർ. മദൻ മോഹൻ മാലവിയുടെ ലീഡർ. ഇതിപ്പോ നിങ്ങൾ എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ കാണാതെ പഠിക്കുക, വേറെ വഴിയൊന്നുമില്ല. കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇത് പഠിക്കേണ്ടത് മോഡേൺ ഇന്ത്യ പഠിക്കുന്നതിന്റെ കൂടെ. അപ്പൊ ഇതെല്ലാം റിനൈസൻസിൽ പെട്ടവരാണ്. സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ്. ഓക്കെ, 57 മുമ്പത്തെ സോഷ്യൽ റിഫോംസ് മൂവ്മെന്റിൽ പെട്ടവരാണ് ഇതെല്ലാവരും. സോ രാജാറാം മോഹൻ റോയ്, ദേവേന്ദ്രനാഥ് ടാഗോർ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ദാദാ നവറോജി. അതുപോലെ ദാദാ നവറോജി ഒക്കെ പാഴ്സികൾക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചതാണ്. റസ്റ്റ് ഗോഫ്താർ പുള്ളിയുടെ ജേണലാണ്. ഓക്കെ, അത് മദൻ മോഹൻ മാളവിയ. മുന്നോട്ട് പോകുമ്പോ മഹാത്മാഗാന്ധിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മുടെ കൊടുത്തിട്ടുള്ളൂ. മഹാത്മാഗാന്ധി ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഏതാ? എക്സ്പെരിമെന്റ്സ് വിത്ത് മൈ ട്രൂത്ത്, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഹിന്ദു സ്വരാജ്യ, നവജീവൻ, ഹരിജൻ, യങ് ഇന്ത്യ. ഓക്കെ, സോ യങ് ഇന്ത്യ, ഹരിജൻ. ഹരിജൻ എന്ന് ഗാന്ധി വിളിച്ചുകൊണ്ടിരുന്നത് ദളിത്സിനെ. ഓക്കെ, ദളിത്സിനെ ഗാന്ധി വിളിച്ചുകൊണ്ടിരുന്നത് ഹരിജൻ എന്നാണ്. സോ ഹരിജൻ എന്ന് പറയുന്നതും നവജീവൻ എന്ന് പറയുന്നതും ഹിന്ദു സ്വരാജ്യ എന്ന് പറയുന്നതും മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്ന് പറയുന്നതെല്ലാം എഴുതിയത് ഗാന്ധിയാണ്. ഇനി ബാലഗംഗാധർ തിലക് കേസരി മറാത്ത അല്ലെങ്കിൽ മഹാരട്ട, കേസരി മഹാരട്ട എന്ന് പറയുന്ന 2 ജേർണൽസ്, 2 വാരികകൾ പ്രസിദ്ധീകരിച്ചിരുന്നത് ബാലഗംഗാധർ തിലകാണ്. പിന്നെ ഗീതാരഹസ്യ, കർമ്മയോഗ ശാസ്ത്ര. ഗീതാരഹസ്യം എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയതും ബാലഗംഗാധർ തിലകാണ്. ദ ഒറിയോൺ ഓർ റിസർച്ചേഴ്സ് ഇൻ ടു ആന്റിക്വിറ്റി ഓഫ് വേദാസ്, ആർട്ടിക് ഹോം ഓഫ് വേദാസ്. സോ വേദാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബാലഗംഗാധർ തിലകിനെ ഓർക്കുക. ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ആർട്ടിക് ഹോം ഓഫ് വേദാസ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ മേജർ ബുക്കാണ് മേരി കഹാനി, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തുന്ന, ഇന്ത്യയുടെ കണ്ടെത്തലാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, മേരി കഹാനി. മുന്നോട്ട് പോയാൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ അൽ ഹിലാലും ഇന്ത്യ വിൻസ് ഫ്രീഡവും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കഥ, അതാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ലാലാ ലജ്പത് റായിയുടെ അൺഹാപ്പി ഇന്ത്യ, ഇംഗ്ലീഷ് ഡെപ്റ്റ് ടു ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ. അൺഹാപ്പി ഇന്ത്യ, ഇംഗ്ലീഷ് ഡെപ്റ്റ് ടു ഇന്ത്യ, സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ, ലാലാ ലജ്പത് റായ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഇന്ത്യ ഡിവൈഡഡ് അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഒരു ഏറ്റവും താഴ്മയുള്ള ഒരു ശിഷ്യനായിരുന്നു ആര്? രാജേന്ദ്ര പ്രസാദ്. ഗാന്ധി പറയുന്നതാണ് പുള്ളിയുടെ വേദവാക്യം. അങ്ങനെയുള്ള ഒരാളായിരുന്നു രാജേന്ദ്ര പ്രസാദ്, നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ്. സ്വാഭാവികമായിട്ടും അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി ആരെഴുതിയതായിരിക്കും? മഹാത്മാഗാന്ധിയുടെ ചരണങ്ങളിൽ എന്ന് എഴുതിയത് ആരായിരിക്കും? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യ ഡിവൈഡഡ് എഴുതിയതും രാജേന്ദ്ര പ്രസാദ് ആണ്. അൺഹാപ്പി ഇന്ത്യ ചോദിക്കാൻ, അടുത്ത വട്ടമൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള അൺഹാപ്പി ഇന്ത്യ, സന്തോഷമില്ലാത്ത ഇന്ത്യ എഴുതിയത് ലാലാ ലജ്പത് റായ്. ഓക്കെ, ഇംഗ്ലീഷ് ഡെപ്റ്റ് ടു ഇന്ത്യ എഴുതി ലാലാ ലജ്പത് റായ്, മൈ സ്റ്റോറി ഓഫ് ഡിപ്പോഷൻ എഴുതും ലാലാ ലജ്പത് റായ്. ഇന്ത്യ വിൻസ് ഫ്രീഡം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അൽ ഹിലാൽ, മൗലാന അബ്ദുൽ കലാം. ഇതെല്ലാം പഠിച്ചു വെക്കുക. ഇതുവരെ എല്ലാവരും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതിനകത്തൊന്നും കളയാനില്ല, പഠിക്കുക. മുന്നോട്ട് പോകുമ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ ദ ഇന്ത്യൻ സ്ട്രഗിൾ, സരോജിനി നായിഡുവിന്റെ ദ ഗോൾഡൻ ത്രഷോൾഡ്, ആനി ബെസന്റിന്റെ കോമൺവീൽ ആൻഡ് ന്യൂ ഇന്ത്യ, കോമൺവീൽ ആൻഡ് ന്യൂ ഇന്ത്യ, ഇന്ദിരാഗാന്ധിയുടെ എറ്റേണൽ ഇന്ത്യ ആൻഡ് മൈ ട്രൂത്ത്, എറ്റേണൽ ഇന്ത്യ ആൻഡ് മൈ ട്രൂത്ത്, ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഇന്ത്യൻ ഫിലോസഫി ആൻഡ് ദ ന്യൂ വ്യൂ ഓഫ് ലൈഫ്, ജ്യോതിബ ഗോവിന്ദറാവ് ഫൂലെയുടെ ഗുലാംഗിരി, അടിമത്തത്തിനെ പറ്റി സംസാരിക്കുന്ന ഗുലാംഗിരി, സി രാജഗോപാലാചാര്യ അല്ലെങ്കിൽ ചക്രവർത്തി രാജഗോപാലാചാര്യയുടെ
ചക്രവർത്തി തിരുമകൻ. ചക്രവർത്തി തിരുമകൻ ഒരുപാട് ഓപ്ഷൻസിൽ കണ്ടുവരുന്നതാണ് ഈ ചക്രവർത്തി രാജഗോപാലാചാരി. പുള്ളിയുടെ മേജർ ബുക്ക് അത് മാത്രമേ ഉള്ളൂ. സോ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വെട്ടിക്കളയാലോ ബാക്കിയെല്ലാം. ഓക്കെ. സുരേന്ദ്രനാഥ് ബാനർജിയുടെ ബംഗാളിയും എ നാഷണൽ അറ്റ് മേക്കിംഗ്. നാഷണൽ അറ്റ് മേക്കിങ്ങും ബംഗാളിയും. വീർ സവർക്കറിന്റെ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അടുത്ത ഹിന്ദുത്വ, ഹൂ ഈസ് എ ഹിന്ദു. അടുത്തത് ഭഗത് സിംഗിന്റെ വൈ ഐ ആം ആൻ എയ്ത്തിസ്റ്റ്. ഓക്കെ. ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായയുടെ ആനന്ദ് മഡ്, ദുർഗേഷ് നന്ദിനി, ദേവി ചൗധറാണി. ഈ ആനന്ദ് മഡിലാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇന്ത്യയുടെ നാഷണൽ സോങ് ആയിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഈ ആനന്ദ് മഡിൽ നിന്നാണ്. ഓക്കെ. സോ വന്ദേ മാതരം, ആനന്ദ് മഡ്, ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ. ഓക്കെ. അടുത്തത് അനു ബന്ദോപാധ്യായ, ബെഹ്റൂബി ഗാന്ധി. ബെഹ്റൂബി ഗാന്ധി എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് അനു ബന്ദോപാധ്യായ. BR അംബേദ്കറിന് ഒരുപാട് ബുക്കുകളുണ്ട്. മൂക് നായക്. അടുത്തത് ബഹിഷ്കൃത് ഭാരത്, അനിലേഷൻ ഓഫ് കാസ്റ്റ്, ഹൂ ആർ ശൂദ്രാസ്, ബുദ്ധ ഓർ കാൾമാക്സ്, റനഡെ ഗാന്ധി ജിന്ന. ഓക്കെ. ഇതെല്ലാം അംബേദ്കറിന്റെയാണ്. ഇനി മുൽക്ക് രാജ് ആനന്ദിന്റെ അൺടച്ചബിൾ. ഓക്കെ. സോ ഇങ്ങനെ ഒരുപാട് ബുക്കുകൾ ഉണ്ട്. ഇതെല്ലാം പേപ്പറിൽ എഴുതി വെക്കുക. പരീക്ഷയ്ക്ക് മുന്നേ നോക്കിയിട്ട് കയറുക. ഒരു ചോദ്യം ഉറപ്പാണ്. ഈ പറയുന്ന മോഡേൺ ബുക്കുകളിൽ നിന്നായിരിക്കും മിക്കവാറും ചോദ്യം വരുന്നത്. ഓക്കെ. നോക്കിക്കോളൂ. രാജാറാം മോഹൻ റോയുടെ ബുക്ക് ഏതാ? ആർട്ടിക് ഹോം ഓഫ് വേദാസ്. ആരുടെയാണ്? ബാലഗംഗാധർ തിലകിന്റെയാണ്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആരുടെയാ? ജവഹർലാൽ നെഹ്റുവിന്റെയാണ്. ജവഹർലാൽ നെഹ്റുവിന്റെയാണ്. ഇനി ഗിഫ്റ്റ് ടു മോളോത്തീസ് ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടെയാണ്. ഗിഫ്റ്റ് ടു മോണോത്തീസ്റ്റ് രാജാറാം മോഹൻ റോയുടെയാണ്. ഇനി ഓൾ മെൻസ് ആർ ബ്രദേഴ്സ് ആരെഴുതിയതാ? ഗാന്ധിയുടെ വാക്കുകളാണ്. ഓക്കെ. ലൈഫ്സ് ആൻഡ് തോട്ട്സ് ഓഫ് ഗാന്ധിയുടെ കൃഷ്ണ കൃപലാനി എഴുതിയതാണ്. ഓക്കെ. ആരാ? കൃഷ്ണ കൃപലാനി. ഓക്കെ. സോ ഇത് എഴുതിയത് ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധർ തിലക്. സോ സി ആണ് ഇവിടെ ആൻസർ. ഓക്കെ. മുന്നോട്ട് പോവാം. Which of the following books are authored by Maulana Abdul Kalam? Wings of Fire, APJ അബ്ദുൽ കലാമിന്റെ. APJ അബ്ദുൽ കലാമിന്റെ, മൗലാന അബ്ദുൽ കലാം അല്ല, APJ അബ്ദുൽ കലാമിന്റെ എന്താണ്? ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ. ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെയാണ്? നമുക്ക് നോക്കാം. ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയാണ്. സോ അതാണ് ആൻസർ ഇവിടെ. ഇന്ത്യ വിൻസ് ഫ്രീഡം. വി ദ പീപ്പിൾ ആരുടെയാ? നമുക്ക് നോക്കാം. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആരുടെയാ? അരുന്ധതി റോയ്ക്ക്. അരുന്ധതി റോയ്ക്ക് എന്ത് കിട്ടിയതാണ്? ബുക്കർ പ്രൈസ് കിട്ടിയതാണ്. ബുക്കർ പ്രൈസ് കിട്ടിയ ബുക്കാണ് ഇത്, ഗോൾഡ് ഓഫ് സ്മോൾ തിങ്സ്. സോ നമുക്ക് ഓർമ്മ അറിയണ്ട. വി ദ പീപ്പിൾ. നാനി പൽക്കിവാല, ഇന്ത്യൻ ലോയർ ആയിട്ടുള്ള നാനി പൽക്കിവാല എഴുതിയതാണ് വി ദ പീപ്പിൾ. നമ്മുടെ പ്രിയാമ്പിൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് സോളമൻലി റിസോൾവ്ഡ് ഇന്ത്യ ടു ബി എ. നമ്മൾ പഠിച്ചതല്ലേ? നമ്മുടെ പ്രിയാമ്പിൾ നമുക്ക് അറിയാവുന്നതല്ലേ? അല്ലെ? എന്ത്? സോവറിൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ. സോ വി ദ പീപ്പിൾ എഴുതിയത് നാനി പൽക്കിവാല, ഒരു ഇന്ത്യൻ ലോയർ ആണ്. ഇത് ഇന്ത്യ വിൻസ് ഫ്രീഡം അബുൽ കലാം ആസാദിന്റെയാണ്. അബുൽ കലാം ആസാദിന്റെ മറ്റൊരു ജേണലാണ് ഇത്, അൽ ഹിലാൽ. ഓക്കെ. മുന്നോട്ട് പോവാം. ഹിന്ദു സ്വരാജ് ആരുടെയാ? നമ്മുടെ സ്വന്തം ഗാന്ധിയുടെയാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ സ്ട്രഗിള്. സരോജിനി നായിഡുവിന്റെ ഏതാണ്? ദ ഗോൾഡൻ ട്രഷോൾഡ്. ഓക്കെ. അടുത്തത് ജവഹർലാൽ നെഹ്റുവിന്റെ കുറച്ചധികം ബുക്കുകളുണ്ട്. ഗ്ലിംസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, ഡിസ്കവറി ഓഫ് ഇന്ത്യ, അങ്ങനെ കുറച്ച് ബുക്കുകളുണ്ട്. ഓക്കെ. ഇന്ത്യ ഡിവൈഡഡ്. ഇന്ത്യ ഡിവൈഡഡ് എഴുതിയതാരാ? അബ്ദുൽ കലാം ആസാദ് ആണോ? മൗലാന അബ്ദുൽ കലാമിന് ആകെ 2 ബുക്കേ ഉള്ളൂ. അപ്പൊ അതല്ല. ഇന്ദിരാഗാന്ധി ആണോ? ഇന്ദിരാഗാന്ധി 2 മെയിൻ ആയിട്ട് എഴുതുന്നത്, എറ്റേണൽ ഇന്ത്യയും മൈ ട്രൂത്തും. അപ്പൊ അതുമല്ല. ജവഹർലാൽ നെഹ്റുവിന്റെ ഏതാ? ഗ്ലിംസ് ടു ഇന്ത്യൻ ഹിസ്റ്ററി, ഡിസ്കവറി ഓഫ് ഇന്ത്യ. അപ്പൊ അതൊന്നും അല്ല. പിന്നെ ഇവിടെ ആൻസർ ഇതായേ പറ്റുള്ളൂ. ഇന്ത്യ ഡിവൈഡഡും അറ്റ് ദ ഫീറ്റ് ഓഫ് ഗാന്ധിയും എഴുതിയത് രാജേന്ദ്ര പ്രസാദ് ആണ്. ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പഠിച്ചും വെക്കാം. അടുത്തത്, ഇൻ വിച്ച് ബുക്ക് ഡിഡ് മഹാത്മാഗാന്ധി റൈറ്റ് ദാറ്റ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ വാസ് എ റിസൾട്ട് ഓഫ് കോപ്പറേഷൻ എക്സ്റ്റെൻഡഡ് ബൈ ഇന്ത്യൻസ്? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താമെന്ന് വിചാരിക്കാം. ഈ വില്ലേജ് സ്വരാജും ഇന്ത്യ ഓഫ് മൈ ഡ്രീംസും ഗാന്ധിയുടെ ബുക്കുകൾ തന്നെയാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആത്ത ബുക്കുകളാണ്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ബ്രിട്ടീഷ് റൂൾഡ് കോർപ്പറേഷൻ, അതായത് ബ്രിട്ടീഷ് റൂൾ ഇവിടെ നടക്കാൻ കാരണം നമ്മൾ സഹകരിക്കുന്നതുകൊണ്ടാണ്. ഇന്ത്യക്കാർ സഹകരിക്കുന്നതുകൊണ്ട് മാത്രമേ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഭരിക്കാൻ പറ്റുന്നതെന്ന് പറയാൻ സാധ്യതയുള്ളൂ. ഇപ്പൊ വില്ലേജ് സ്വരാജ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാമങ്ങളുടെ പറ്റി സംസാരിക്കുന്നതാണ്. ഗ്രാമങ്ങളില് സ്വന്തമായിട്ട് ഗ്രാമങ്ങൾക്ക് സ്വരാജ് വേണം, അല്ലെങ്കിൽ പഞ്ചായത്തുകൾ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണമെന്ന് പറയുന്നതാണ്. അവിടെ ബ്രിട്ടീഷുകാരെ പറ്റി പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ ആ ഓപ്ഷൻസ് പോയി. എന്റെ സ്വപ്നങ്ങളിലെ ഇന്ത്യ എങ്ങനെയായിരിക്കണം? എന്റെ സ്വപ്നങ്ങളിലെ ഇന്ത്യയിൽ ഇത്ര ഡെവലപ്മെന്റ് വേണം, മറ്റത് മറിച്ചതെന്നെല്ലാം പറയുന്നതാണ്. സോ അത് പോയി. സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്, ഗാന്ധിയുടെ ജീവചരിത്രം പറയുന്നതാണ്. ഗാന്ധി ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു, എങ്ങനെ എവിടെ പഠിച്ചു, എന്തൊക്കെയാണ് കാര്യങ്ങൾ, പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളി എന്തെല്ലാമാണ് കാണിച്ചതെന്ന് പറയുന്നതാണ്. അതും പോയി. ഇതിൽ പൊളിറ്റിക്കലായിട്ട് സംസാരിക്കുന്നത്, പൊളിറ്റിക്കലായിട്ട് ബ്രിട്ടീഷുകാരെ പറ്റി സംസാരിക്കുന്നത് ഹിന്ദു സ്വരാജിലാണ്. ഇന്ത്യ സെൽഫ് റൂൾ. സ്വരാജ് എന്ന് വെച്ചാൽ എന്താ? സെൽഫ് റൂൾ. ഇന്ത്യ സ്വന്തമായിട്ട് ഭരിക്കണം. ഹിന്ദു സ്വരാജ്, ഇന്ത്യയുടെ സ്വരാജ്, സെൽഫ് റൂൾ പറയുന്നത് ഇതിനകത്ത് മാത്രമാണ്. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്തണം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയുന്നത്, ഈ ഒരു ഓപ്ഷനിൽ പറയുന്നത് ഗ്രാമങ്ങളെ പറ്റി മാത്രം. ഈ ഓപ്ഷനിൽ ഇന്ത്യ ഭാവിയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയാണ്. ഈ ഓപ്ഷനിൽ ഗാന്ധിയുടെ ജീവചരിത്രമാണ്. സോ ഹിന്ദു സ്വരാജ് മാത്രമേ ആൻസർ വരാൻ പറ്റുള്ളൂ ഇവിടെ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. സോ നമ്മള് ഓട്ടോബയോഗ്രഫിയും ഫ്രീഡം ഫൈറ്റേഴ്സും പഠിച്ചു. ഇനി നമുക്ക് 2 ടോപ്പിക്കാണ് ബാക്കിയുള്ളത്, ഫേമസ് പേഴ്സണാലിറ്റീസും അതുപോലെ മേജർ ബുക്സും. നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളത് രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ നിങ്ങൾക്ക് അറിയാം, നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടി ഗീതാഞ്ജലിക്ക് വേണ്ടി. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു വർക്ക് ഏതാണ്? സോങ്സ് ഓഫ് ഓഫറിംഗ്സ് അല്ലെങ്കിൽ ഗീതാഞ്ജലി. അടുത്തത് കോമ്പോസിഷൻ വെയർ അഡോപ്റ്റഡ് ഇൻ നാഷണൽ ആന്തംസ് ഫോർ ഇന്ത്യ. ഇന്ത്യൻ നാഷണൽ ആന്തം ജനഗണമന രവീന്ദ്രനാഥ് ടാഗോറിന്റെയാണ്. അതുപോലെ ബംഗ്ലാദേശിന്റെ നാഷണൽ ആന്തം അമർ ഷോണാർ ബാംഗ്ല, അതും രവീന്ദ്രനാഥ് ടാഗോറിന്റെയാണ്. ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി ഹോം ഫോർ വേൾഡ്, ഗോര, ചന്ദലിക, വിസർജൻ, ചൊക്കേർ ബാലി, കാബൂളിവാല എക്സെട്ര, അങ്ങനെ ഒരുപാട് ബുക്കുകൾ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുണ്ട്. അതിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടേക്കുന്നത് ഗീതാഞ്ജലിയാണ്. ഏതാണ്? ഗീതാഞ്ജലിയാണ് ചോദിച്ചു കണ്ടേക്കുന്നത്. സോ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഹു വാസ് ദ ഓഥർ ഓഫ് ഗീതാഞ്ജലി, കളക്ഷൻ ഓഫ് പോയംസ്? ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. നമുക്ക് ആർ കെ നാരായണന്റെയും അതുപോലെ സത്യത്രയുടെ നമ്മൾ കണ്ടു, JCC എന്ന് നമ്മൾ പഠിച്ചു വെച്ചു അല്ലേ, ഓട്ടോബയോഗ്രഫി, അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, വേറെ ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. അടുത്തത് The name of literary work done by Rabindranath Tagore during 19th and 20th century. ഏതാണ്? നമ്മളോട് ചർച്ച ചെയ്താണ് ദ ഹോം ആൻഡ് ദ വേൾഡ്. ആര്? രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു മേജർ നോവലാണ്. ഓക്കെ, ദ ഹോം ആൻഡ് ദ വേൾഡ്. ഓക്കെ, മുന്നോട്ട് പോവാം. APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം പറഞ്ഞു വിങ്സ് ഓഫ് ഫയർ, ബയോഗ്രഫിയാണ്. പുള്ളിക്കാരൻ നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ട്? അദ്ദേഹത്തിന് നമ്മള് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നുണ്ട്. ഇന്ത്യയുടെ മിസൈൽ ദൗത്യത്തിന് മേജർ ആയിട്ട് മുന്നിൽ നിന്ന ആളാണ് അബ്ദുൽ കലാം. സോ മിസൈൽ മാൻ എന്ന് വിളിക്കുന്നുണ്ട്. ഓട്ടോബയോഗ്രഫിയുടെ പേര് വിങ്സ് ഓഫ് ഫയർ. ഇന്ത്യ 2020, എ വിഷൻ ഫോർ ന്യൂ മില്ലേനിയം, മൈ ജേർണി, ട്രാൻസ്ഫോമിംഗ് ഡ്രീം ഇൻ ടു ആക്ഷൻസ്, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, അൺലീഷിംഗ് ദ പവർ വിത്തിൻ ഇന്ത്യ, ദ ലൈഫ് ട്രീ, പോംസ് പുള്ളി എഴുതിയതാണ്. ദ ലൂമിനസ് സ്പാർക്ക്, ഇൻഡോമിറ്റബിൾ ഗിഫ്റ്റ് സ്പിരിറ്റ്, ഗൈഡിങ് സോൾസ്, എൻവിഷനിങ് എംപവേർഡ് നേഷൻ, ഇൻസ്പയറിംഗ് തോട്ട്സ്. പൊതുവേ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആര് എഴുതാറ്? നമ്മുടെ അബ്ദുൽ കലാം, പഴയ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുൽ കലാം പൊതുവേ എഴുതാറ്. സോ ഇത്രയാണ്, ഇത് പഠിക്കുക. ഓൾറെഡി 1, 2, 3 ചോദിച്ചു. ഇനി ഏത് വേണമെങ്കിലും ചോദിക്കാം. സോ പഠിക്കാന്നുള്ളല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. എല്ലാത്തിൻ്റെ ഒരു സ്വഭാവം കണ്ടാൽ അറിയാം. കണ്ട, സ്പാർക്ക്, സ്പിരിറ്റ്, ഗൈഡിങ്, എൻവിഷനിങ്, ഇൻസ്പയറിംഗ്, ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ്, ന്യൂ മില്ലേനിയം, അതുപോലെ കുറച്ച് പ്രതീക്ഷ തരുന്ന കുറച്ച് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആര് എഴുതാറ്? അബ്ദുൽ കലാം പൊതുവെ എഴുതാറ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് റിട്ടൺ ബൈ അബ്ദുൽ കലാം? റീബൂട്ടിംഗ് ഇന്ത്യ, ഇമാജിനിങ് ഇന്ത്യ, അൺടച്ചബിൾ, ദ ലൈഫ് ട്രീ. ദ ലൈഫ് ട്രീ ആണ്, പോയംസ് ആണ് ആര് എഴുതിയത്? അബ്ദുൽ കലാം എഴുതിയത്. അൺടച്ചബിൾ എഴുതി നമ്മൾ നേരത്തെ പറഞ്ഞ മുൽക്ക് രാജ് ആനന്ദാണ്. ആരാണ്? മുൽക്ക് രാജ് ആനന്ദാണ്. ഈ 2 ബുക്കും എഴുതിയ ഒരാളാണ് നന്ദൻ നിലക്കേനി. ജസ്റ്റ് പേരൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ആരാണ് എന്താണെന്നും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ
നമ്മളെല്ലാവരും പഠിച്ചാൽ തീരില്ല. സോ മെയിൻ ആയിട്ട് ഓർത്ത് വയ്ക്കുക, അൺടച്ചബിൾ മുൽക്കാനന്ദ് എഴുതിയതാണ്. ദ ലൈഫ് ട്രീ എഴുതിയത് APJ അബ്ദുൽ കലാം ആണ്. ഇമാജിനിങ് ആൻഡ് റീബൂട്ടിംഗ് ഇന്ത്യ നന്ദൻ നിലക്കേനിയാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ് ഇതെല്ലാം. ഒരു ഓപ്ഷൻസിൽ വന്നതല്ലേ, സോ ഓർത്തു വയ്ക്കുക. മുന്നോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് വാസ് നോട്ട് റിട്ടൺ ബൈ APJ അബ്ദുൽ കലാം? വിങ്സ് ഓഫ് ഫയർ APJ അബ്ദുൽ കലാം എഴുതിയതാണ്. ഇന്ത്യ 2020 എ വിഷൻ ഓഫ് ന്യൂ മില്ലേനിയം അബ്ദുൽ കലാം എഴുതിയതാണ്. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് അബ്ദുൽ കലാം എഴുതിയതാണ്. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തുക, അത് എഴുതാരാ? ജവഹർലാൽ നെഹ്റു എഴുതിയതാണ്. എന്ത്? ഇന്ത്യനെ കണ്ടെത്തുക, ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നമ്മൾ മുന്നേ പഠിച്ചതല്ലേ? അതെ. മുന്നോട്ട് പോയാൽ അരുന്ധതി റോയ്, ഈ തവണത്തെ ഒരു കറണ്ട് അഫയർ ആണ്. പെൻ പിൻഡർ പ്രൈസ് 2024 കിട്ടിയത് അരുന്ധതി റോയ്ക്കാണ്. ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. പിന്നെ 1997 ബുക്കർ പ്രൈസ് പുള്ളിക്കാരിക്ക്, മാൻ ബുക്കർ പ്രൈസ് നേടിക്കൊടുത്തതാണ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളിക്കാരി എഴുതിയത് ആസാദി, ഫ്രീഡം, ഫാസിസം. പിന്നെ എഴുതിയിട്ടുള്ള ഏതൊക്കെയാ? ദ എൻഡ് ഓഫ് ഇമാജിനേഷൻ, വാക്കിംഗ് വിത്ത് കോംറേഡ്സ്, ഓൾജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ്, ദ ഡോക്ടർ, ദ സെയിൻ, കാസ്റ്റ്, റേസ് ആൻഡ് അനിലേഷൻ ഓഫ് കാസ്റ്റ്. ഓക്കെ, പൊതുവേ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളിക്കാരി എഴുതുക. ഇൻഫിനിറ്റ് ജസ്റ്റിസ്. ഓക്കെ, പിന്നെ അനിലേഷൻ ഓഫ് കാസ്റ്റ്, സഖാക്കൾ, കോമറേഡ്സ്, ദ എൻഡ് ഓഫ് ഇമാജിനേഷൻ. ഇങ്ങനെയുള്ള സാധാരണ ജീവിതത്തിൽ, സോഷ്യൽ ആയിട്ടുള്ള ലൈഫിൽ, പൊതുജീവിതത്തിൽ ആവശ്യം വരുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരി എഴുതാറ്. ആസാദി, ഫ്രീഡം, ഫാസിസം, കണ്ടോ? അങ്ങനെ പുള്ളിക്കാരി എഴുതാറ്. സോ അങ്ങനെ അല്ലാത്തവരുടെ കണ്ടാൽ വേണ്ടി എലിമിനേറ്റ് ചെയ്യാം നമുക്ക്. സോ ഫസ്റ്റത്തെ ഓർത്തു വയ്ക്കുക, മിനിസ്റ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സും ഓർത്തു വയ്ക്കുക. അരുന്ധതി റോയ്. ഈ തവണ ചോദിക്കാൻ സാധ്യതയുള്ളത് പെൻ പിൻഡർ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. ഓക്കെ, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയത് ആരാണ്? അരുന്ധതി റോയ് ആണ്. സൽമാൻ റുഷിദിയും ചേതൻ ഭഗത്തും കിരൺ ദേശായി ഒന്നുമല്ല. ഓക്കെ, അടുത്തത് സൽമാൻ റുഷിദി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യക്കാരനായിരുന്ന, പിന്നീട് UK കാരനും അമേരിക്കാരനൊക്കെ ആയി മാറിയ, ഇവിടുത്തെ ഇത് പൗരത്വം വേണമെന്ന് വെച്ച് മുന്നോട്ട് പോയ ആളാണ് സൽമാൻ റുഷിദി. പുള്ളി പൊതുവെ റിലീജിയനെതിരെ ഒരുപാട് സംസാരിക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ആദ്യത്തെ ബുക്കർ പറയുന്നത് ഗ്രിമസ് ആണ്. പിന്നെ മിഡ് നൈറ്റ് ചിൽഡ്രൻ, അതിനും ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1981. മിഡ് നൈറ്റ് ചിൽഡ്രന്. പിന്നെ മെയിൻ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി. സാത്താനിക് വേഴ്സസ് എഴുതിയപ്പോഴും വിക്ടോറിയ സിറ്റി എഴുതിയപ്പോഴൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. ഏറ്റവും ലേറ്റസ്റ്റ് വിക്ടോറിയ സിറ്റി ആണ് 2023. സോ മാൻ ബുക്കർ പ്രൈസ് കിട്ടിയത് ഏതാ? മിഡ് നൈറ്റ് ചിൽഡ്രൻ. സോ ചോദിക്കാൻ സാധ്യതയുള്ളത് ഗ്രിമസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, മിഡ് നൈറ്റ് ചിൽഡ്രനും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ വിക്ടറി സിറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓർത്തു വയ്ക്കാം. ഇതെല്ലാം പഠിച്ചു വയ്ക്കാൻ പാടാണ്. ഓക്കെ, അടുത്തത് RK നാരായണൻ. ഇന്ത്യയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊക്കെ പറയുന്ന പോലെ ഇന്ത്യ മൊത്തത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ഫീൽഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് RK നാരായണൻ. മേജർ ആയിട്ടുള്ള ബുക്ക് ഏതാ നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാം. മാൽഗുഡി ഡേയ്സ്. സൗത്ത് ഇന്ത്യയിൽ മാൽഗുഡി എന്ന് പറഞ്ഞ ഒരു ഇമാജിനറി സ്ഥലമൊക്കെ പുള്ളി ഉണ്ടാക്കി, അതിനെ ചുറ്റിപ്പറ്റി കുറെ കഥകൾ ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കുകളാണ് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ടീച്ചർ, ഗൈഡ്, മാൽഗുഡി ഡേയ്സ്. ഓക്കെ, പിന്നെ വെയിറ്റിംഗ് ഫോർ മഹാത്മയും ബാച്ചലർ ഓഫ് ആർട്സും ചോദിക്കാം. കണ്ടോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് ഇസ് നോട്ട് ഓതർ ബൈ RK നാരായണൻ? ഓക്കെ, നമുക്കറിയാം വെയിറ്റിംഗ് ഫോർ മഹാത്മയുണ്ട്, ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ട്, ബാച്ചലർ ഓഫ് ആർട്ട് ഉണ്ട്. ടു ലീവ്സ് ആൻഡ് എ ബഡ് എഴുതിയത് RK നാരായണൻ അല്ല. ഓക്കെ, വിച്ച് ഇസ് RK നാരായണൻ ഫസ്റ്റ് നോവൽ ഏതാണ്? സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ആണ് ആദ്യത്തെ നോവല്. സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ആണ്. നമ്മളിവിടെ പറഞ്ഞതാണ് സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ആണ് ആദ്യത്തെ നോവൽ. ഓക്കെ, വിച്ച് ഇന്ത്യൻ റൈറ്റർ ഇസ് ബെസ്റ്റ് നോൺ ഫോർ റൈറ്റിംഗ് സ്റ്റോറീസ് ബേസ്ഡ് ഓൺ അറൌണ്ട് എ ഫിക്ഷണൽ വില്ലേജ്? മാൽഗുഡി ഡേയ്സ് എന്നെല്ലാം പറഞ്ഞു. മാൽഗുഡി പോലത്തെ ഒരു ഫിക്ഷണൽ വില്ലേജ്, സൗത്തിൽ ഒരു ഫിക്ഷണൽ വില്ലേജ് ഉണ്ട്. അതിനെ ചുറ്റിപ്പറ്റി കുറെ കഥകൾ എഴുതിയ ആളാണ്. ആരാണ്? മുൽക്ക് രാജാനന്ദ് അൺടച്ചബിൾ എഴുതിയ ആളാണ്. രവീന്ദ്രനാഥ് ടാഗോർ അല്ല, RK ലക്ഷ്മണൻ അല്ല, RK നാരായണനാണ്. ഓക്കെ, നെയിം ദ ഫേമസ് ഇന്ത്യൻ റൈറ്റർ ഹൂ റിട്ടൺ നോവൽസ് ലൈക്ക് അൺടച്ചബിൾ ആൻഡ് കൂലി. അൺടച്ചബിൾ, കൂലി പോലെയുള്ളത് എഴുതിയത് ആളാരാ? മുൽക്ക് രാജ് ആനന്ദാണ്. അൺടച്ചബിൾ, കൂലി പോലെയുള്ളത് എഴുതിയത് മുൽക്ക് രാജ് ആനന്ദാണ്. അടുത്ത രഘുരാം രാജൻ, നമ്മുടെ RBI ഗവർണറാണ്. സ്വാഭാവികമായിട്ടും പുള്ളി എഴുതുന്ന ബുക്ക് എങ്ങനെയായിരിക്കും? എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. RBIയുടെ ഗവർണർ അല്ലേ, എക്കണോമിക്സ് ബുക്കുകളായിരിക്കും. സേവിങ് ക്യാപിറ്റലിസം ഫ്രം ക്യാപിറ്റലിസ്റ്റ്,
Fault lines, how hidden fractures still threaten the world economy. I do what I do. അന്നത്തെ സർക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി I do what I do, ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യും എന്ന് പറയാൻ ധൈര്യം ഉണ്ടായിരുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ് ആര്? രഘുറാം രാജൻ. The third pillar, how state and markets are leaving communities behind. What economy needs, breaking the mold. ഇത് 2023 എഴുതിയതാണ്. കറണ്ട് അഫേഴ്സ് ആണ്, പഠിച്ചു വയ്ക്കാം. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, ബ്രേക്കിംഗ് ദ മോൾഡ് ഓർത്തു വയ്ക്കാം. ഓക്കെ, സോ who written the book? Which book was written by the former RBI governor Raghuram Rajan? I do what I do പുള്ളി എഴുതിയതാണ്. എമർജൻസി ഇന്ത്യൻ ഡെമോക്രസി ഡാർക്കസ്റ്റ് അവർ പുള്ളി എഴുതിയതല്ല. അൺസീൻ ഇന്ദിരാഗാന്ധി പുള്ളി എഴുതിയതല്ല. മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് ആരെഴുതിയതാണ്? അരുന്ധതി റോയിഡെയാണ്. അരുന്ധതി റോയിഡെയാണ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. സോ നമ്മൾ ഫേമസ് പേഴ്സണാലിറ്റീസ് കവർ ചെയ്തു. ഇനി 2024-25 മേജർ ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഏതൊക്കെയാണ്? ദിയാ സലൈ, കൈലേഷ് സത്യാർത്ഥി. സമാധാനത്തിലുള്ള ഇന്ത്യയിൽ നിന്ന് നോബൽ പ്രൈസ് കിട്ടിയ ഇന്ത്യയിലെ ഒരേ ഒരു വ്യക്തിയാണ് ആര്? കൈലേഷ് സത്യാർത്ഥി. ഓക്കെ, ഓരോ വ്യക്തി വെച്ചാൽ മദർ തെരേസ കിട്ടിയിട്ടുണ്ട്, പിന്നെ കൈലേഷ് സത്യാർത്ഥി. സോ കൈലേഷ് സത്യാർത്ഥിയുടെ ദിയാ സലൈ ഈ വർഷം വന്ന ഈ ഒരു സമയത്ത് വന്ന നോവലാണ്. വൈ ഭാരത് മാറ്റേഴ്സ്, നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കർ എഴുതിയ, ഡോക്ടർ എസ് ജയശങ്കർ എഴുതിയ വൈ ഭാരത് മാറ്റേഴ്സ്. രത്തൻ ടാറ്റ, ഇപ്പൊ അടുത്ത് മരിച്ച രത്തൻ ടാറ്റ. സോ ചോദിക്കാൻ സാധ്യതയുണ്ടല്ലോ, ഉണ്ട്. തോമസ് മാത്യു. സോഴ്സ് കോഡ് എഴുതാരാ? ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സിന്റെ ചെറുപ്പത്തിനെ പറ്റി, ചൈൽഡ്ഹുഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് പുള്ളി എഴുതിയ ഒരു നോവലാണ് അല്ലെങ്കിൽ ബുക്കാണ്. അംബേദ്കർ എ ലൈഫ് എഴുതിയ ശശി തരൂർ ആണ്. ശശി തരൂരൊക്കെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ശശി തരൂരിന്റെ ബുക്ക് അംബേദ്കർ എ ലൈഫ്. നിലാവ് കുടിച്ച സിംഹങ്ങൾ, എസ് സോമനാഥൻ, മലയാളി ആയിട്ടുള്ള ISRO ചെയർമാൻ, പഴയ ISRO ചെയർമാൻ ആണ് എസ് സോമനാഥൻ. നിലാവ് കുടിച്ച സിംഹങ്ങൾ പുള്ളിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. ബ്രേക്കിംഗ് ദ മൗൾഡ്, രഘുറാം രാജൻ. ഐ ഹാവ് സ്ട്രീറ്റ്സ്, എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി, ആർ അശ്വിൻ. നമ്മൾ കണ്ടു, യുവരാജിന്റെ ചോദിച്ചു, സച്ചിന്റെ ചോദിച്ചു, കപിൽ ദേവിന് ചോദിക്കുന്നുണ്ട്. സോ നിർബന്ധമായിട്ടും അശ്വിൻ ഓർമ്മ എഴുതിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഓർത്തു വയ്ക്കുക, ദിയാ സലൈ, കൈലേഷ് സത്യാർത്ഥി. വൈ ഭാരത് മാറ്റേഴ്സ്, എസ് ജയശങ്കർ. രത്തൻ ടാറ്റ, തോമസ് മാത്യു. സോഴ്സ് കോഡ്, ബിൽ ഗേറ്റ്സ്. അംബേദ്കർ ലൈഫ്, ശശി തരൂർ. നിലാവ് കുടിച്ച സിംഹങ്ങൾ, സോമനാഥൻ. ബ്രേക്കിംഗ് ദ മൗൾഡ്, രഘുറാം രാജൻ. ഐ ഹാവ് സ്ട്രീറ്റ്സ്, എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി, ആർ അശ്വിൻ, ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ട് ചേഞ്ചിങ് ഇന്ത്യ, നമ്മുടെ അബ്ദുൽ കലാം പോയിട്ട് മൻമോഹൻ സിംഗ് ഈ കൊല്ലാണ് മരിച്ചത്. സോ അതും ചോദിക്കാം, മൻമോഹൻ സിംഗിന്റെയും ചോദിക്കാം. ചേഞ്ചിങ് വേൾഡ് ബയോഗ്രഫിയാണ്, ഓട്ടോബയോഗ്രഫി എന്ന് വിളിക്കാൻ പറ്റില്ല, ബയോഗ്രഫിയാണ്. ദ ഐഡിയ ഓഫ് ഡെമോക്രസി, സാം പിത്രോഡ. നമ്മുടെ രാജീവ് ഗാന്ധിയുടെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഗവൺമെന്റ് പോളിസീസിലെല്ലാം കൈകടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് സാം പിത്രോഡ. നമ്മൾ ഫാദർ ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാം അറിയപ്പെടുന്ന ആളാണ് ആര്? സാം പിത്രോഡ. വെൽക്കം ടു പാരഡൈസ്, ട്വിങ്കിൾ ഖന്ന എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ്, ഷെയ്ൻ വാട്സൺ. പ്രണബ് മൈ ഫാദർ, പ്രണബ് മുഖർജിയുടെ മകളായിട്ടുള്ള സരസ്മിത മുഖർജി എഴുതിയതാണ്. 2 ക്രിക്കറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. എ കുട്ടി സ്റ്റോറി ആരായിരിക്കും? അത് അശ്വിനാണ്. പിന്നെ വിന്നേഴ്സ് മൈൻഡ് സെറ്റ്, ഷെയ്ൻ വാട്സൺ. ഓക്കെ, സോ ഇത്രയും ഓർത്തു വയ്ക്കുക. അല്ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടത് ഈ ദിയാസിലെ ഓർത്തു വയ്ക്കണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ശശി തരൂരിനെ ഓർത്തു വയ്ക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ രത്തൻ ടാറ്റ ഇപ്പൊ മരിച്ച ആളായതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. നിലാവ് കുടിച്ച സിംഹങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ബ്രേക്കിംഗ് മോൾഡ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ചേഞ്ചിങ് ഇന്ത്യ, മൻമോഹൻ സിംഗിന്റെ ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കാണാം ചേഞ്ചിങ് ഇന്ത്യ ഒക്കെ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് മൻമോഹൻ സിംഗ്, ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കാം, കാര്യം പുള്ളി മരിച്ച സ്ഥിതിക്ക് ഇനിയും ചോദിക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മേജർ ആയിട്ട് നമ്മൾ കവർ ചെയ്യാനുണ്ടായത്. സോ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഒരു പേപ്പർ എടുക്കുക, ആ പേപ്പറിൽ ഇത് മൊത്തം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേജ് ഉണ്ടാവും? മാക്സിമം പോയാൽ 2-3 പേജ് ഉണ്ടാവും. ഞാൻ ഈ കഥ പറഞ്ഞുകൊണ്ടല്ലേ എത്ര സമയം എടുത്തേ? ശരിക്കും നിങ്ങൾക്ക് 2-3 പേജ് എഴുതാനുള്ള കണ്ടന്റ് അല്ലേ ഉള്ളൂ. ആ കണ്ടന്റ് കയ്യിൽ വെക്കുക, പരീക്ഷയ്ക്ക് മുന്നേ മറിച്ചു നോക്കുക. ഒരു 2 ക്വസ്റ്റ്യന്റെ ഉത്തരം കിട്ടിയാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. 2 ക്വസ്റ്റ്യന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കട്ട് ഓഫിൽ നിന്ന് പുറത്താക്കാൻ പോകുന്ന ആ 2 ക്വസ്റ്റ്യൻ ആണ് ഈ ആലോചിച്ച് നോക്ക്, അതിന്റെ എത്ര വാല്യൂ ഉണ്ടെന്ന്. നന്നായിട്ട് പഠിക്കുന്നു ഒരു ആവറേജ് ആസ്പിരന്റ് നിർബന്ധമായിട്ടും ഇതുപോലുള്ള ക്ലാസ്സുകൾ, വാല്യൂ അഡീഷൻ ക്ലാസ്സുകൾ കണ്ടിരിക്കുക, ഒരിക്കലും ഒഴിവായി കളയരുത്. ഇനി നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ടാവും, നിങ്ങൾ നിർബന്ധമായിട്ടും കാണും. സോ മനസ്സിലാക്കുക, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല കറണ്ട് അഫയറിന്റെ ചോദ്യം ഉണ്ടാവും, മറ്റേ ചോദ്യങ്ങളും ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കറണ്ട് അഫയർ ബുക്ക്ലെറ്റ് കൂടെ വായിച്ചു പോവുക.
ഓക്കെ, ആ കറണ്ട് അഫെയറിൽ എന്തെല്ലാമാണ് ബുക്സുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളത് വായിച്ചു പോവുക, മനസ്സിലാക്കി പഠിച്ചു പോവുക, അതിന്റെ കൂടെ ഈ സ്റ്റാറ്റിക് ഏരിയയും കൂടെ കവർ ചെയ്ത് പോവുക. 2 ചോദ്യം ഉറപ്പായിട്ടും കിട്ടും. ഇതിന് മുകളിലേക്കൊന്നും കിട്ടില്ല. നിങ്ങൾ ഓപ്ഷൻസ് ചെയ്തപ്പോൾ കണ്ടില്ലേ, മിക്കവാറും ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അല്ലാണ്ട് പുറത്തുനിന്ന് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല. 1-2 ഓപ്ഷൻസേ പുറത്ത് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഈ പഠിച്ച ഓപ്ഷൻസ് തന്നെയാണ്. സോ ബേസിക് ഐഡിയ ഉള്ളത് കിട്ടണം. അല്ലാതെ ഒരുപാട് പഠിച്ചു പോകണമെന്ന് ചോദ്യം ഇടുന്ന ആൾ വിചാരിച്ചിട്ടില്ല. ഒന്നെങ്കിൽ അവൻ എലിമിനേറ്റ് ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ അവൻ പഠിച്ച് കിട്ടണം. എങ്ങനെയൊന്ന് കിട്ടണം എന്ന് മാത്രമേ ആരും ഉദ്ദേശിച്ചിട്ടുള്ളൂ, ചോദ്യം ഇടുന്ന ആൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ എല്ലാവരും പഠിക്കുക. ഇതുപോലുള്ള ടോപ്പിക്സിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ഡേയ്സിൽ നിന്നും അതുപോലെ സ്പോർട്സിൽ നിന്നും അതുപോലെ ഈ പറയുന്ന ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നിന്നും അവാർഡ്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നിർബന്ധമായിട്ട് ഈ ടോപ്പിക്സ് ഒന്നും കളയരുത്. സ്റ്റാറ്റിക് ഏരിയ ആയാലും കറണ്ട് അഫെയർ ആയാലും കളയരുത്, പഠിക്കുക. ഈ 1-2 മാർക്കായിരിക്കും നമ്മളെ നല്ലൊരു റാങ്കിലേക്കും നല്ലൊരു ജോലിയിലേക്കും എത്തിക്കുന്നത്, അല്ലേ? സോ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.